കുറച്ചും കൂടെ കാര്യങ്ങൾ പറയും. അടുത്ത സിറ്റിങ്ങിലാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ്. എനിവേ ഇത് വല്ലതും സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ടീം ഡെവലപ്പ് ആക്കാൻ സാധിക്കുമോ അത്രയും നമുക്ക് വരുമാനം ഏൺ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കലല്ല ബിസിനസ്സിൻ്റെ പ്രാധാന്യം, ലീഡേഴ്സിനെ ക്രിയേഷൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയെ ഒരു ലീഡറാക്കി മാറ്റാൻ ശ്രമിക്കുക. ഒരാളും ലീഡറായിട്ട് വരില്ല, വന്ന ആൾക്കാരെ ലീഡറാക്കി എടുക്കലാണ്. പിന്നെ നമ്മൾ ഇത് കുറച്ച് പഴയ ആൾക്കാരും കൂടിയിലൂടെ അങ്ങനെ ഉൾപ്പെടുത്തി പറയുകയാണ്. പല ആൾക്കാരെ മനസ്സിൽ കാണുന്നത് ഒരാൾ കാണുമ്പോൾ അയാൾ നല്ല കോണ്ടാക്ട്സ് ഉള്ള ആളാണ്, നന്നായി സംസാരിക്കുന്ന ഒരാളാണ്, അയാൾ വന്നാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചായിരിക്കും പല ആൾക്കാരും ഇതിലേക്ക് ആൾക്കാരെ കണക്ട് ആക്കുന്നതാണ്. അവന് ഒരുപാട് കോണ്ടാക്റ്റ് ഉണ്ട്, ഒരുപാട് ആൾക്കാർക്ക് പരിചയമുണ്ട്, സാറേ അവൻ വന്നാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ ബിസിനസ് ഒരു ഡ്രീം ബേസ് ആയിട്ടുള്ള ബിസിനസ്സാണ്. സ്വപ്നമുള്ളവർക്ക് മാത്രമേ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാണ് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് നമുക്ക് ചെയ്യേണ്ട കാര്യം, ഒന്ന്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം ലിസ്റ്റാണ്. ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. അതിനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അല്ല, നമ്മൾ പറയുന്ന ആൾക്കാർ നമ്മളെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നുണ്ടാവും. ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും നമുക്ക് എപ്പോഴും ആദ്യം മനസ്സിൽ ലിസ്റ്റിൽ വരുന്നുണ്ടാവുക. ഇന്ന ആൾക്കാരോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം, എൻ്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാം, അല്ലെ ബന്ധത്തിൽ ഇന്ന ആൾക്കാർ വെച്ച് പൈസക്ക് ബുദ്ധിമുട്ടുണ്ട് അവരോട് ബിസിനസ് ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കും നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ടാവും. ആദ്യം തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മൾ വിളിക്കുന്നുണ്ടാവുക. അവിടെ തന്നെ നെഗറ്റീവ് ആവും. അവർ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും മണി ചെയിനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ബേസിലോ പോയി പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാർ നമ്മൾ ആദ്യം തന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവും, നെഗറ്റീവ് അടുപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ നമ്മുടെ തീരുമാനം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ അവിടെ വേണ്ടാന്ന് നോക്കുക. എല്ലാവരും, പല ആൾക്കാർക്കും അങ്ങനെ ഉണ്ടാവും സ്വപ്നങ്ങൾ. നമ്മൾ സ്വപ്നങ്ങളുണ്ടാവും. ആരെങ്കിലും ഒരാൾ പറയുന്നു ഇതുപോലത്തെ കുറേ കമ്പനിയുണ്ട്, ഞാൻ കുറേ പൈസ കളഞ്ഞതാണ്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചേച്ചീൻ്റെ കുറേ പൈസ പോയതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചിട്ട് നമ്മുടെ കയ്യിൽ ദൈവം കൊണ്ട് തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി വേണ്ടാന്ന് നോക്കും പല ആൾക്കാർ. അങ്ങനെയാണ് ഏകദേശം 80% ആൾക്കാരും ഈ ബിസിനസ് നോ പറഞ്ഞു പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഐഡിയ എടുത്ത ആൾക്കാർ ആദ്യത്തെ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഒരു സൂം മീറ്റിങ്ങിൽ വന്ന വ്യക്തി അവസാനം വരെ ഇരിക്കുകയാണെങ്കിൽ ജോയിൻ ചെയ്യുന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ലാസ്റ്റ് വരെ ഇരിക്കുന്ന സമയത്ത് ആ ലാസ്റ്റ് വരെ ഇരുന്ന വ്യക്തി ചിലപ്പോൾ അപ്പോൾ അന്ന് തന്നെ ഐഡിയ എടുക്കാൻ ഡീറ്റെയിൽ അയച്ചു. കാരണം അന്നത്തെ ചാർജിൽ ആ ഒരു മോട്ടിവേഷനിൽ ഐഡിയ എടുക്കാൻ വേണ്ടി ഡീറ്റെയിൽ അയച്ചു. രണ്ടാമത്തെ ദിവസം നമ്മുടെ മനസ്സിൽ ഐഡിയ എടുത്തുകൊണ്ട് സന്തോഷമായിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? റിപ്ലൈ തരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ടാക്കി, ആൾക്കാരോട് പറഞ്ഞു തുടങ്ങി. 1-2 ആൾക്കാരോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു. അവരേറ്റവും വേണ്ടപ്പെട്ട 2 പേരോട് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ അവർ നെഗറ്റീവ് അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കാട്ടും ഇമ്പോർട്ടൻസ് അവർക്ക് ആ ഏറ്റവും വേണ്ടപ്പെട്ട ചങ്ങായിമാരോ അല്ല ബന്ധക്കാരായി. അവിടെ തന്നെ അവർ നിങ്ങളുടെ മെസ്സേജ് നോക്കില്ല, നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരില്ല. ഇങ്ങനെയാണ് പല ആൾക്കാർക്കും ഉണ്ടാവും. ഇതിലുള്ള പുതിയ ആൾക്കാർ വന്നിരിക്കുന്ന ആൾക്കാരും ചിലപ്പോൾ മറ്റുള്ള നിങ്ങളെ ഇതിൽ കൊണ്ടുവന്ന വ്യക്തിയുടെ മെസ്സേജ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി കാണുന്നുണ്ടാവും. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ വന്നിരിക്കുന്ന പുതിയ ആൾക്കാർ കംപ്ലീറ്റ് നിങ്ങൾ ബിസിനസ് മെല്ലനെ ചെയ്താൽ മതി, കുഴപ്പമില്ല. തിരക്ക് പിടിക്കേണ്ട ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ബിസിനസ്സിനെ അറിയാൻ ശ്രമിക്കുക. എത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാമോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ബിസിനസ് ഗുണകരമായി മാറുന്നുണ്ടാവും. വെസ്റ്റേജ് ബിസിനസ്സിനെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഈ ബിസിനസ് നിങ്ങൾക്ക് എന്തൊക്കെ നേടിത്തരും എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നിങ്ങളോടൊപ്പം ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ സൂം മീറ്റിലേക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഒരൊറ്റ കാര്യം പറയണ്ടോ, നിങ്ങൾക്കിത് ചെയ്യണം, ഒരു വരുമാനം ആവശ്യമുണ്ടെങ്കിൽ ഒരു നല്ല മൈൻഡ് സെറ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൂടി ഇന്ന് കംപ്ലീറ്റ് കേൾക്കുക. 1, 2, 3 പ്രാവശ്യം കണ്ടിന്യൂ കേൾക്കുക. അതിനുശേഷം തീരുമാനം എടുത്താൽ മതി എന്നുള്ള ഒരു ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാലാണ് നമുക്ക് അവരെ ഇതിൽ നിർത്താൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഐഡിയ എടുത്ത് കുറേ നമ്പർ ഇങ്ങനെ കയറി വരുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, 5800-ലധികം ആൾക്കാർ എന്നോടൊപ്പം ഐഡിയ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അവരെ മീറ്റിംഗ് കണ്ടിട്ടുണ്ടോ? അത്ര ആൾക്കാർ അങ്ങനെ കാണില്ല. അവരിങ്ങനെ ഐഡിയ എടുത്ത് പോയി നമ്പർ കൂട്ടി വരുന്നത്. അത്രയൊന്നും ആൾക്കാർ ബിസിനസ് സീരിയസ് ആയിട്ടില്ല. പക്ഷെ വരും, ഐഡിയ എടുക്കും, ജോയിൻ ചെയ്യും, പർച്ചേസ് ചെയ്യും ഒരു പ്രാവശ്യം, പിന്നെ ആരോടും പോയി പറയും, നിർത്തി പോകും. കുറച്ച് നല്ല ആൾക്കാരെ
നമ്മൾ അരിപ്പെടുത്ത് അരിക്കുന്നുണ്ടല്ലോ, അതുപോലെ കുറച്ച് ആൾക്കാർ മാത്രം നല്ല ആൾക്കാർ നമുക്ക് കിട്ടുള്ളൂ, ബാക്കിയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഉണ്ടാവുക. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും പുതുതായി ജോയിൻ ചെയ്ത് ഈ ആഴ്ച ജോയിൻ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവും, അതിന് മുന്നത്തെ ആഴ്ച ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും, പിന്നെ കുറേ മാസങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഒരു വ്യക്തിയെ പോലും ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല, ബിസിനസ്സായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കൂടെ വന്നിരിക്കുന്ന വ്യക്തി നിർത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല, അവർ കളഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. ഒരു വിഷമവും വേണ്ട. നിങ്ങൾക്ക് എത്രമാത്രം അറിവുകൾ ഈ ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ഈ കമ്പനിയെക്കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ആ ഒരു നോളജ് മാക്സിമം ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഓരോരോ മീറ്റിങ്ങുകൾ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ആയിരിക്കും. ഇന്നലെ ശ്രീജ മാഡത്തിൻ്റെ ടീമിൽ ഒരു പയ്യൻ വന്ന് രണ്ടാമത്തെ പ്രാവശ്യം മീറ്റിംഗ് കണ്ട് പോകാൻ പറഞ്ഞ കാര്യം, ഞാൻ രണ്ടാമത്തെ മീറ്റിംഗ് ആണ്, എനിക്ക് ശരിക്കും ഡ്യൂപ്ലിക്കേഷൻ തോന്നിപ്പോയി, സെയിം അതേ കാര്യമാണ് പറഞ്ഞതെന്നാണ്. അവരോട് ഞാൻ ചോദിച്ചു, ഇനി കേട്ട കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഓർമ്മയുണ്ട് ചോദിച്ചു. കമ്പനി എവിടെയാണ് സ്ഥിതി എന്ന് വെച്ചപ്പോൾ അവൻ അറിയില്ല, അവൻ ഒന്നും അറിയത്തില്ല. രണ്ടാമത് കേട്ടപ്പോൾ ഡ്യൂപ്ലിക്കേഷനായി തോന്നിയിരിക്കുകയാണ്. നിങ്ങൾ ഒരു വർഷം കംപ്ലീറ്റ് 2 മണിയുടെ സെഷനും 5 മണിയുടെ സെഷനും കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും അത് ബോറടിക്കാൻ പാടില്ല. കേട്ട കാര്യം തന്നെയായിരിക്കും കേൾക്കുന്നുണ്ടോ. ആ കേട്ട കാര്യം എന്തിനാണ് നിങ്ങൾ രണ്ടാമത് കേൾക്കുന്നത്? ഇതിലുള്ള പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അലീമ എല്ലാ മീറ്റിങ്ങിലും വരും. ഇത് അവർക്ക് ഉള്ള മീറ്റിംഗ് അല്ലാന്ന് അവർക്ക് അറിയാം, എന്നാലും അറ്റൻഡ് ചെയ്യും. പല ആൾക്കാർ അറ്റൻഡ് ചെയ്യും. എന്തിനാണ്? ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കൂടെ പുതിയ വ്യക്തികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങളെപ്പോഴും ഡ്യൂപ്ലിക്കേഷൻ, ഇന്നലെ കേട്ട അതേ മീറ്റിംഗ് ആണ്, സെയിം റിപ്പീറ്റഡ് ആണെന്ന് തോന്നണ്ടോ, അത് പഠിക്കാൻ ശ്രമിക്കണം. എല്ലാ മീറ്റിങ്ങും ഒരു മീറ്റിങ്ങും മിസ്സാക്കാതെ ഓരോ മീറ്റിങ്ങിലുള്ള ഓരോ കണ്ടന്റുകൾ നമ്മൾ അറിയാൻ പഠിക്കാൻ ശ്രമിക്കും. എല്ലാവരും വീഡിയോ ഓഫാണ്, അതുകൊണ്ടാണ് എനിക്കൊരു എനർജി വരാതെ കേട്ടോ. എനിക്ക് എനർജി വരണമെങ്കിൽ ആരെങ്കിലും 1-2 ആൾക്കാർ മുഖം കണ്ടാൽ എനിക്ക് എനർജി കിട്ടും. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ലോ എനർജിയിൽ സംസാരിക്കും, നിങ്ങൾക്കും ബോറടിക്കും. കാരണം ഒരു കറുത്ത മതിലിനോട് സംസാരിക്കുന്ന ഫീലിങ്സ് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, സനിത മാഡത്തിന് ആദ്യമായിട്ട് കാണുന്നു. ഷഹനാസ്, ഓക്കെ. ഇത് ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മൾ കൂടെ വരുന്ന വ്യക്തികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ വ്യക്തിക്ക് ഡ്രീം ഉണ്ടോ? ഇന്ന് നിങ്ങൾക്കറിയാം, പല ആൾക്കാർക്കും വന്നിരിക്കുന്ന പല ആൾക്കാർക്കും ഒരു 80% 90% ആൾക്കാർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നല്ല വീടും നല്ല വീട്ടിലൊരു കാറും ഉണ്ടാവും, നല്ല ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കുന്നുണ്ടാവുക. മറ്റുള്ള ചങ്ങായിമാരോ ബന്ധക്കാരോ അറിയത്തില്ല ഇവർ എത്രത്തോളം സ്ട്രഗിൾ ലൈഫിലാണ് പോകുന്നത്, കാരണം കാണിക്കത്തില്ല, പറയത്തില്ല. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു വിരുന്ന് വരുന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ നല്ല പലഹാരമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ടാവും. അവർ ചിലപ്പോൾ കടം വാങ്ങിച്ചായിരിക്കും പലഹാരം വാങ്ങിച്ചു വരുന്നുണ്ടാവോ, പക്ഷെ അവർ ബുദ്ധിമുട്ട് അവർ നിങ്ങൾ ഒരിക്കലും പറയത്തില്ല. യഥാർത്ഥത്തിൽ അത് അറിയണമെങ്കിൽ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ മതി. ഇപ്പം സനിത മാഡത്തിനെ ഞാൻ കാണുമ്പോൾ സനിത മാഡം നല്ല അടിപൊളി സെറ്റപ്പിലുള്ള ഒരാൾ ഫാമിലിയാണ്, കാണാൻ നല്ല ലുക്കുണ്ട്, അടിപൊളി ഇതിലായിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പൈസക്കാരിയായിട്ട് ഞാനിപ്പം കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ സനിത മാഡത്തിന് എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഞാൻ പറയാം, സനിത അങ്ങനെ അടിപൊളിയാണ്, സൂപ്പർ സെറ്റപ്പൊക്കെ അല്ല, നല്ല ജോലിയൊക്കെ ഉണ്ട്, നല്ല വരുമാനമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അന്നേരമാണ് സനിത തിരിച്ച് പറയുക, ഒന്നുമില്ല, ഫുള്ള് കടത്തിലാണ്, ലോണാണ്, EMI അടക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോഴാണ് തുറന്ന് പറയുക. അല്ലെങ്കിൽ അതുണ്ട്, വീട്ടിൽ അതുണ്ട്, ഇന്ന TV ആണ്, ഇന്ന ബ്രാൻഡ് TV ആണ്, ഇന്ന സാരിയാണ് ഇന്ന് വാങ്ങിച്ചത്, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യും. നമ്മളുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു ബിസിനസ് നമ്മൾക്ക് ഒരാളോട് പറയണം, നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്സിനോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറയണമെങ്കിൽ നിങ്ങൾ റിവേഴ്സിൽ പോവാം. അവർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാതിരിക്കുക ബിസിനസ്. അവർ നിങ്ങൾക്ക് ഇപ്പോൾ സനിതയുടെ ഒരു ഫ്രണ്ടിന് ഈ ബിസിനസ്സിൽ വേണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, സനിതയുടെ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ മുന്നേ വേറെ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് പേടിയായിരിക്കും ഇത് അതുപോലെ തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും പറയാതെ നിങ്ങൾ റിവേഴ്സ് സംസാരിക്കുക. ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ നീ നല്ല സെറ്റപ്പ്, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആണല്ലോ, സൂപ്പർ സെറ്റപ്പാണ്, വീടൊക്കെ വലിയ പറക്കുന്ന വീടാണല്ലോ. അപ്പോൾ ആദ്യം പറയുന്ന കാര്യം അത് ലോണാണ് കേട്ടോ, ഫുള്ള് ലോൺ അടച്ചു, ലോൺ തന്നെ ആയിരിക്കും അത്. അപ്പോഴാണ് സത്യം പറയുക, അല്ലെങ്കിൽ ലോണെന്ന് പറയില്ല. അപ്പോഴാണ് അവർ സത്യം പറയുക, കാറ് ലോണാണെന്ന് പറയും, ഇങ്ങനത്തെ ബുദ്ധിമുട്ട് പറയും, ഹെൽത്ത് പ്രോബ്ലംസ് പറയും ഒരുപാട്. ഇന്നലെ എൻ്റെ ടീമിലൊരാണെങ്കിൽ പറയും, സാറേ ഹസ്ബൻഡ് ഗൾഫിലാണ്, കിട്ടുന്ന പൈസ കംപ്ലീറ്റ് ഹോസ്പിറ്റൽ കേസാണ്. അപ്പോഴാണ് അവരെ പ്രശ്നം ഞാൻ അറിഞ്ഞത്, അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നില്ല. അതുവരെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഓരോ കാര്യങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ വ്യക്തിക്ക് ഡ്രീം ഉണ്ടോ, അവരുടെ ഡ്രീംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് ആവശ്യമുള്ളവരാണോ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു നല്ല പൈസയുള്ള ആൾക്കാർ, ഇനി ഉദാഹരണം തിരിച്ചു പറയാം, ഷഹനാസ് ഖത്തറിലാണ്. അപ്പോൾ ഖത്തറിലൊക്കെ ഒരു ഫാമിലിയോടൊപ്പം നിൽക്കുന്ന നല്ല പൈസ ഉണ്ടാവും, ഹസ്ബൻഡ് നല്ല ജോലിയുള്ളതുകൊണ്ട് നല്ല വരുമാനം ആയതുകൊണ്ട് ഷഹനാസ് ഫാമിലിയോടൊപ്പം അവിടെ നിൽക്കുന്നുണ്ടാവും.
ഇതിപ്പോൾ ഞാൻ ഷഹനാസിനോട് ചോദിക്കും, ഷഹനാസ് നീയൊക്കെ ഫാമിലിയോടൊപ്പം ഖത്തറിലാണ്, നല്ല പൈസ ഉണ്ടാവില്ലേ? അപ്പോൾ ഷഹനാസ് പറയും അവിടെ ഉള്ള പൈസ വെച്ച് റൂം വാടക കൊടുക്കാനും മക്കളെ ഫീസ് കൊടുക്കാനും മാത്രമേ തികയുന്നുള്ളൂ. 5 പൈസ നാട്ടിലേക്കാതെ കുറേ കാലമായി, ഇടയ്ക്കിടയ്ക്ക് ലീവിന് പോയി അത് മൊത്തം തീരും. ഇത് അന്നേരമാണ് ഷഹനാസ് സത്യമായിട്ട് ഓപ്പൺ പറയും. സത്യമായിരിക്കും, എനിക്കങ്ങനെ തോന്നുന്നു. അല്ല ചിലപ്പോൾ പൈസ കുറേ ഉണ്ട്, ഹസ്ബൻഡ് നല്ല ശമ്പളം ഉണ്ടെങ്കിൽ പൈസ കുറേ സേവ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും മതിയാക്കി നാട്ടിൽ പോകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ശരി, ഇങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ റിവേഴ്സിലൂടെ പോയിട്ട് അവരെ ഡ്രീം ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഈ ബിസിനസ് ഷെയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അയാൾ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, ഇയാൾ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു ചിന്തിച്ച് കഴിഞ്ഞാൽ ആരും ചേരില്ല. ആരാണോ നിങ്ങളോടൊപ്പം ബിസിനസ് കണക്റ്റ് ആവുന്നത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടൊപ്പം കണക്റ്റ് ആവുന്നത്. അവരെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആരെയാണ്? ആവശ്യക്കാരെയാണ്. ഒരു ആവശ്യമില്ലാത്ത ആൾക്കാരെ പിറകെ പോയി ഞാൻ 2 വർഷം വേസ്റ്റാക്കിയത് ഒരു ഡ്രീമും ഇല്ലാതെ തൽക്കാലം ഒരു 1000 രൂപ കിട്ടിയ ഇന്നത്തെ കാര്യം നടക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാർക്ക് ബിസിനസ് കൊടുത്ത ആളാണ് ഞാനൊക്കെ. 2 വർഷം വെറുതെ സമയം കളഞ്ഞ ആളാണ്. അപ്പോൾ അത് തിരിച്ചറിവ് വന്നത് ഈ ബിസിനസ് ശരിക്കും എക്സ്പീരിയൻസ് ആയപ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിരന്തരം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ആ മീറ്റിങ്ങിൽ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കണ്ടന്റുകളാക്കി എടുക്കാൻ ശ്രമിക്കണം. ഒരു നെഗറ്റീവ് വരുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കാനുള്ള കണ്ടന്റുകൾ ഇവിടുന്ന് കളക്ട് ചെയ്യണം. ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്ക് അടുത്ത വ്യക്തിയോട് പറയാനുള്ള കണ്ടന്റുകളായി മാറണം. അത് സംസാരിച്ച് തുടങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ എക്സ്പീരിയൻസ് വർദ്ധിക്കുള്ളൂ. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരാൾ ഡൗട്ട് ചോദിക്കുമ്പോൾ നേരെ മേലോട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല. നിങ്ങളതിന് ഉത്തരം പറയാൻ വേണ്ടി പഠിക്കണം. അത് സ്റ്റാർട്ടിങ്ങിൽ പുതിയ ആൾക്കാർക്ക് സാധിക്കില്ല. പുതിയ ആൾക്കാർക്ക്, ആദ്യമായിട്ടുള്ള ആൾക്കാർക്കുള്ള പ്രശ്നം. ഇതിൽ പഴയ ആൾക്കാർ കൂടുതൽ, അതാണ് ഞാൻ അങ്ങനെ കൂടി മിക്സാക്കി പറഞ്ഞത്. എനിക്ക് അങ്ങനെ സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട്. 2 പേരുള്ളപ്പോൾ ഒരാൾക്ക് ബോറടിക്കും, ഒരാൾക്ക് ഡ്യൂപ്ലിക്കേഷൻ വരും, ഇത് റിപ്പീറ്റഡായി തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന എല്ലാവർക്കും 90% ആൾക്കാർക്കും വരുമാനം വേണം. 10% ആൾക്കാർ നല്ല പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാർ. കുറേ ആൾക്കാർക്ക് നല്ല പൈസയുള്ള ആൾക്കാരുണ്ട്. അവർ പൈസ ഉണ്ടെങ്കിൽ പോലും നല്ല ഉൽപ്പന്നങ്ങൾ വേണം, അതോടൊപ്പം ആരോഗ്യം വേണം, അതിലുപരി റെക്കഗ്നേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് ഉയർന്നു വരാം. ചിലപ്പോൾ നല്ല പൈസ ഉണ്ടെങ്കിൽ പോലും ആരും അംഗീകരിച്ചെന്ന് വരില്ല, ഒരു റെക്കഗ്നേഷൻ കിട്ടില്ല അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈസേനെക്കാളും ഇഷ്ടം എനിക്ക് റെക്കഗ്നേഷൻ. എന്നെ ആരെങ്കിലും പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് അതിൻ്റെ കൂടെ പറക്കും. എന്നെ വെറുതെ ഒന്ന് പൊക്കി പറഞ്ഞു, സാറ് ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ. ഒരു റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹരം തോന്നുന്ന വ്യക്തിയാണ്. കാരണം അത് കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഒരു പണിയും ചെയ്യാതെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ പ്രൊമോഷൻ വാങ്ങിച്ച് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടില്ല. എവിടെ നിന്ന് നമ്മളെ കൈ പിടിച്ച് കൊടുത്താൽ ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ഞാൻ എത്രയോ വർഷങ്ങളായി കഷ്ടപ്പെട്ടു, ഒരാൾ പോലും എന്നെ കൈ പിടിച്ച് വളർത്തിയില്ല. പക്ഷേ വെസ്റ്റീജ് ബിസിനസ്സിൽ വന്ന സമയത്ത് വെറുതെ ഒരു 100 PV ഞാനും എൻ്റെ കൂടെ വന്ന 2 വ്യക്തികൾ 100 PV ചെയ്തപ്പോൾ എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും ഫാസ്റ്റായിട്ട് 8% പോസ്റ്റ് ഇടാനും അതിന് കൺഗ്രാജുലേഷൻ പറയാനും കുറേ ആൾക്കാർ ചെറിയൊരു നിസ്സാര കാര്യം ചെയ്തു. ആ ഒരു തിരിച്ചറിവാണ് ഇന്ന് ക്രൗൺ ഡയറക്ടറായി ഞാൻ നിൽക്കുന്നത്. എന്നെ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ക്രൗൺ ഡയറക്ടർ ആവണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ഷാജി അടുത്ത ഏപ്രിൽ ക്രൗൺ ഡയറക്ടർ ആവണം, FRE പങ്കെടുക്കണമെന്ന് മാത്രം വിളിച്ച് പറഞ്ഞിട്ടു. FRE പങ്കെടുക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ആ ഒരു ഒറ്റ വാക്കിൽ ഞാൻ ക്രൗൺ ആയിട്ട് FRE അറ്റൻഡ് ചെയ്തതാണ്. അവിടെ കിട്ടിയ റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റിക്കുള്ള റെക്കഗ്നേഷൻ കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം അവിടെ കിട്ടി. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഈ ഒരു ബിസിനസ്സിലൂടെ പല ടൈപ്പ് ആൾക്കാരെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. 90% നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും. പക്ഷെ ആരും ഓപ്പണായി പറയില്ല, ആരും പറയത്തില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നോ വിഷമങ്ങളുണ്ടെന്നോ പറയത്തില്ല. എവിടെയെങ്കിലും പോയി പൈസ കളഞ്ഞ കാര്യം പറയത്തില്ല. സ്ത്രീകൾക്കാണ് നിങ്ങൾ ഈ പ്ലാൻ കൊടുക്കുന്നെങ്കിൽ അവർ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി സംഭവം. പിന്നെ അവർ ചെയ്യില്ല. കാരണം ആ സ്ത്രീ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റ് ബേസ് കമ്പനിയിൽ പോയി ബൾക്കായിട്ട് സാധനം വാങ്ങിച്ചിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റാതെ കട്ടിൻ്റെ അടിച്ച് സൂക്ഷിച്ച് വെക്കുന്നുണ്ടോ? പിന്നെ ഒരിക്കലും ഹസ്ബൻഡ് അടുത്തൊരു 25,000 രൂപ കളയാൻ വേണ്ടി സമ്മതിക്കില്ല. അവർക്ക് അറിയില്ല ഇതിൽ പൈസ വേണ്ടാന്നുള്ള കാര്യം. അത് ചോദിക്കില്ല, അത് കേൾക്കില്ല, പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ നമ്മൾ പറയുന്നതിന് മുന്നേ അവർ നോ പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല എന്ന് പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലേഡീസാണ് ഈ ബിസിനസ് നിങ്ങൾ പറഞ്ഞ് കേൾക്കുന്ന അവരുടെ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ചുള്ള സമയത്ത് അവരുടെ പ്ലാനിലേക്ക് കണക്റ്റ് ആക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതിന് നിങ്ങളിപ്പം കാണുന്ന പുതിയ ആൾക്കാരെല്ലാവരും അബൂ താഹിർ ആയിക്കോട്ടെ, അതുപോലെ സഫീർ ആയിക്കോട്ടെ, വേറെ പുതിയ ആരൊക്കെയുള്ള സുബിന, അത് ഫൗസി, ലക്ഷ്മി മാഡം, ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം
നിങ്ങൾ എത്രത്തോളം ഈ ബിസിനസ്സിനെ മനസ്സിൽ ഉൾക്കൊണ്ടു, നിങ്ങൾ എത്രത്തോളം ഈ ബിസിനസ്സിൽ വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം മാത്രമേ നമ്മളൊരു വ്യക്തിയോട് പറയാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ 5 മാസം വരെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടക്കലല്ല. ഒരു 2 ആഴ്ച കണ്ടിന്യൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% ഈ ഒരു കമ്പനിയുടെ സിസ്റ്റവും കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടാവും, വിശ്വാസം വരുന്നുണ്ടാവും. പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ടെൻഷൻ അവിടെ വരുന്നുണ്ടാവും. കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും, ഞാൻ കൊടുത്ത പൈസക്ക് അതിനേക്കാളും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കമ്പനി നമ്മൾക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഈ ബിസിനസ് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം അവിടെ വരും. ആദ്യമുള്ള പ്രശ്നം എന്താണ്? ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് നഷ്ടമാവോ, വില കൂടുതലെന്നുള്ളതാണ്. അത് ഓട്ടോമാറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അങ്ങ് മാറിക്കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തുകൊണ്ടുള്ള ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ലീഡർമാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക, കൂടെ ഒരു ബിസിനസ്സിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ചുറ്റുമുള്ള പരിചയമുള്ള, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സാമ്പത്തികം ആഗ്രഹിക്കുന്ന, വരുമാനം ആഗ്രഹിക്കുന്ന, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫും ഒരു ഫാമിലി, ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോകുന്ന, ചെറിയൊരു തുച്ഛമായ ശമ്പളത്തിൽ ജോലിക്ക് പോകുന്ന, ആ പൈസ വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ ആ വൈഫിന് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. പറയില്ലെങ്കിൽ പോലും അവരോട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു അവസരം ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്, കുറച്ച് സമാധാനത്തോടെ ക്ഷമയോടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കേൾക്കുക, ഒന്ന് മനസ്സിലാക്കി നോക്കുക, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ രീതിയിലുള്ള ഒരു ഷെയറിങ് ആണെങ്കിൽ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇങ്ങനെ തന്നെ നിങ്ങൾ ഷെയർ വേണമെങ്കിൽ ഇതൊന്ന് കേട്ട് നോക്കുക. നിനക്ക് നല്ലതാണെങ്കിൽ ചെയ്താൽ മതി. ഒരു ദിവസം മാത്രം കേട്ടാൽ പോലെ 1, 2, 3 പ്രാവശ്യം കേൾക്കുക. ഒരു 3 പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് 100% ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. അത്രയ്ക്കും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനും ആദ്യം മടിച്ചതാണ്, ഇപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് കേട്ട് നോക്കൂ എന്ന് മാത്രം പറഞ്ഞാൽ. നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ മാത്രം. സാധ്യത വളരെ കുറവാണ്. ഒരു 3% മാത്രമേ ഒരു യെസ് കേൾക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി 97% റിജക്ഷൻ ആയിരിക്കും. അതിലുപരി നമ്മളെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നെഗറ്റീവുകൾ നമ്മളെ തലയിലടിച്ച് കയറ്റി തരുന്നു. അവരെടുക്കുന്ന റിജക്ഷൻ തുടക്കം കിട്ടിക്കഴിഞ്ഞ ഉടനെ അവർ വേണ്ട എന്ന് പറഞ്ഞ ഉടനെ അടുത്ത വാക്ക് കേൾക്കാൻ നിൽക്കരുത്. ഓക്കേടാ പിന്നെ കാണാൻ പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയേക്കണം. അടുത്ത വാക്ക് കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാ വിഷങ്ങളും കുത്തിയങ്ങ് തരും. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അങ്ങനെയൊക്കെ ഫീലിങ്സ് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് അടിച്ചു. ശരിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വിഷങ്ങൾ കയറ്റി തരുന്ന ആൾക്കാരാണ് നമ്മുടെ ചങ്ങായിമാരൊക്കെ. അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങളിത് ചെയ്യാനും പാടില്ല എന്നുള്ള രീതിയിലാണ് അടിച്ച് തലയിൽ കയറ്റി തരുന്നത്. പിന്നെ നിങ്ങളുടെ ഓരോ സ്റ്റാറ്റസുകളും അവരാണ് ആദ്യം വാച്ച് ചെയ്യുക. നീ ഇത് ചെയ്യുന്നുണ്ടോ, രക്ഷപ്പെട്ടു പോയോ എന്നുള്ള വിഷമം കൊണ്ട്. ഇനി ഞാനാറ്റൻ ചെയ്യാതെ മാറി നിന്നു, ഇനി ഇവള് രക്ഷപ്പെട്ടു പോകുമോ അല്ലെ ഇവൻ രക്ഷപ്പെട്ടു പോകുമോ എന്നുള്ള വിഷമത്തിലായിരിക്കും നിങ്ങൾ സ്റ്റാറ്റസ് എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടോ. ഒരു 3-4 മാസം അത് വാച്ച് ചെയ്തതിന് ശേഷം പിന്നെ കാണുമ്പോൾ ചോദിക്കും വല്ലതും കിട്ടാൻ തുടങ്ങിയെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. ആരെല്ലോ വിജയിച്ച സ്റ്റാറ്റസ് എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളതിലൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് അറിയത്തില്ല നിങ്ങൾ ചെയ്തിട്ടാണോ ഈ സ്റ്റാറ്റസ് എന്നുള്ളത്. 4 മാസം കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ ചോദിക്കും വെള്ളം കിട്ടാൻ തുടങ്ങിയോ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പ്രൊഡക്റ്റ് വാങ്ങിച്ചതിൻ്റെ ചെറിയൊരു 147 രൂപ അല്ല 150 രൂപ 200 രൂപ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ പറയും ഇല്ല എന്നാലും. അപ്പോൾ വീണ്ടും ഒരു നെഗറ്റീവാണ്. ഇതാ ഞാൻ പറഞ്ഞു ഇതിനകത്തൊന്നും കിട്ടില്ല എന്നുള്ളത്. നീ വല്ലതും ചെയ്തോ എന്ന് ചോദിക്കില്ല, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ഞാനതിൽ വന്നിട്ടില്ല എന്ന് ചിന്തിക്കത്തില്ല. നെഗറ്റീവ് അടുത്ത നെഗറ്റീവ് ചാക്കം കിട്ടും. ശരിയല്ല? ഇങ്ങനെ പല കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആൾക്കാർ? നിങ്ങൾ വാച്ച് ചെയ്യാൻ അവരുണ്ടാവും, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആദ്യം കിട്ടിയ മെസ്സേജ്, എൻ്റെ 17 ചങ്ങായിമാരാണ് എന്നെ ഈ ബിസിനസ്സിൽ ബ്ലോക്ക് അടുപ്പിച്ചതും നിരുത്സാഹപ്പെടുത്തിയതും ചെയ്യേണ്ടെന്ന് പറഞ്ഞതും പല ആൾക്കാരും. ഈവൺ എൻ്റെ സഹോദരി അടക്കം ആദ്യം നെഗറ്റീവ് അടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എല്ലാവരും എൻ്റെ കൂടെ സഹോദരിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചങ്ങായിമാർ ആരും എൻ്റെ കൂടെ ഇപ്പോഴും ഇല്ല. ആ ചങ്ങായിമാരൊക്കെ എൻ്റെ അടുത്തേക്ക് വരും ബിസിനസ് ജോയിൻ ചെയ്യാൻ വേണ്ടി, ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യും. ആ ലെവലിലേക്ക് ഞാൻ ഈ ബിസിനസ് എത്തിച്ചിട്ടുണ്ട്. അവരെൻ്റെ അടുക്കെ വന്നിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന ലെവലിലേക്ക് ഞാൻ ഈ ബിസിനസ്സിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും റിജക്ഷൻ അടിച്ചിട്ടുണ്ടോ അവരെല്ലാവരും നിങ്ങളുടെ അടുക്ക് വന്ന് ജോയിൻ ചെയ്യും ഈ ബിസിനസ്. ഒന്നിക്ക് നിങ്ങളോട് വന്ന് ചോദിക്കാനുള്ള മടിയിലുണ്ട്, വേറൊരു ടീമിൽ പോയി അവർ വർക്ക് ചെയ്യുന്നുണ്ടോ. അതൊന്നും വിഷമിക്കണ്ട. നമ്മൾ പുതിയ ആൾക്കാർ, ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ, ഉറച്ച തീരുമാനം. ഈ ബിസിനസ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ബിസിനസ്സാണ്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും, ആരെന്നോടൊപ്പം കണക്റ്റായി നിന്നിട്ടില്ലെങ്കിലും, ആരെന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ബിസിനസ് ഞാൻ ചെയ്യും, അത് ഞാൻ ഇതിലൂടെ വിജയിച്ചിരിക്കും എന്നൊരു തീരുമാനം നിങ്ങൾ മാറ്റാതിരുന്നാൽ 100% നിങ്ങൾക്ക് ഈ ബിസിനസ് വിജയിക്കാൻ പറ്റും.
നിങ്ങളുടെ ഒരു പരിചയക്കാരനും ഒരു ബന്ധക്കാരനും നിങ്ങളോടൊപ്പം അസോസിയേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും 100% നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. കാരണം ഈ ബിസിനസ് സത്യസന്ധമായ ബിസിനസ്സാണ്, സിസ്റ്റമാറ്റിക് ഉള്ള ബിസിനസ്സാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും വിജയിക്കാൻ സാധിക്കും. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, ചെയ്യാതിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് നിങ്ങളുടെ അപ്ലൈൻ ആരാണോ ആക്റ്റീവായിട്ടുള്ള അപ്ലൈൻ, ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തി അപ്ലൈൻ ആയിരിക്കും, പക്ഷേ അദ്ദേഹം ബിസിനസ്സിൽ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഒരു സമയം ഉണ്ടാവില്ല. വെറുതെ നിങ്ങളെ കിട്ടിയാൽ ജോയിൻ ചെയ്യിപ്പിച്ചേക്കാന്ന് വെച്ച് ജോയിൻ ഐ ഡി എടുപ്പിച്ച് പോയ ആൾക്കാരായിരിക്കും. പിന്നെ മേലുള്ള അപ്ലൈനായിട്ട് കണക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവരെ വിട്ടേക്കുക. ആരാണോ നിങ്ങളെ വിജയം ആഗ്രഹിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്, ആരാണോ നിങ്ങൾ റെഗുലറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയായിട്ട് റെഗുലർ സംസാരിക്കുക. അവരുടെ കോളിന് വേണ്ടി കാത്തിരിക്കാതെ തിരിച്ച് അങ്ങോട്ട് വിളിക്കുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ അപ്ലയൻസിൻ്റെ മെസ്സേജ് വരുന്നതിന് മുന്നേ നിങ്ങൾ അങ്ങോട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, നെഗറ്റീവ് അല്ല കേട്ടോ, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തി ആ വ്യക്തിയെ. കാരണം അവർക്ക് അങ്ങനെയുള്ള ഒരാളെയാണ് ആവശ്യം. ഈ ബിസിനസ്സിൽ ആവശ്യമുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വിജയിപ്പിച്ചിടാൻ അവർക്ക് എപ്പോഴും പറ്റുന്നുണ്ടോ. നിങ്ങൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ട കാര്യം, നിങ്ങൾ ആരാണോ ഈ ബിസിനസ്സിൽ കണക്റ്റ് ആക്കുന്നത്, നിങ്ങൾ ആരാണോ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയായിട്ട് എല്ലാ ദിവസവും സംസാരിക്കാൻ നോക്കും. അതിനുപരി നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ഏതൊക്കെ മീറ്റിങ്ങുകളാണോ ഗ്രൂപ്പിൽ കിട്ടുന്നത്, ഒരു ലിങ്ക് രാവിലെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാത്രി 9 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് തീരുമാനിക്കണം 9 മണിക്ക് വേറെ ഒരു പ്രോഗ്രാമും വരാൻ പാടില്ല, വേറൊരു പ്രോഗ്രാമും ഏറ്റെടുക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം 8:30 മുന്നേ കൊടുത്ത് ഉറക്കാൻ ശ്രമിക്കുക. 9 മണിയുടെ മീറ്റിംഗ് നിങ്ങൾ സ്റ്റഡി ചെയ്ത് നിൽക്കണം. കുട്ടികൾക്ക് ഭക്ഷണം 9 മണിക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. റേഞ്ച് ഇല്ലാത്ത ഇഷ്യൂ ആണെങ്കിൽ റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് മാറിയിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ റേഞ്ച് ഉള്ള സിം അവിടെ എന്താണ് കിട്ടുന്നത് ആ റേഞ്ചുള്ള സിം വാങ്ങിക്കാൻ കണ്ടെത്താൻ ശ്രമിക്കുക. സിം വാങ്ങിക്കാൻ വെറുതെ ചെറിയ പൈസയുള്ളൂ. ഒരു ബിസിനസ്സുകാരനായി മാറാൻ, ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ റേഞ്ച് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരാളും, നിങ്ങൾ 10 കോടി രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ബിസിനസ്സിൽ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈഫൈ കണക്ഷൻ എടുക്കൂലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ഷൻ മാറ്റിയെടുക്കൂലേ. ഈ ബിസിനസ് പറയുമ്പോൾ റേഞ്ച് ഇല്ല എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുക. റേഞ്ച് ഉള്ള സിം എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് മറ്റുള്ള എക്സ്ക്യൂസസ്. പല പ്രോഗ്രാം, വീട്ടിൽ കല്യാണം വരുന്നുണ്ടാവും, ഹോസ്പിറ്റൽ കേസ് വരുന്നുണ്ടാവും, പല കാരണങ്ങളും വരുന്നുണ്ടാവും. പക്ഷേ എന്ത് കാരണങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു മീറ്റിങ്ങിൻ്റെ ടൈം രാവിലെ 6 മണി മുതൽ 7 മണി വരെ എല്ലാ വീട്ടമ്മമാരും നല്ല തിരക്കുള്ള, അടുക്കളയിൽ നല്ല തിരക്കുള്ള സമയമായിരിക്കും. ഹസ്ബൻഡിന് ജോലിക്ക് പോകണം, മക്കൾ സ്കൂളിൽ പോകുന്ന സമയം, മദ്രസയ്ക്ക് പോകുന്ന സമയം എല്ലാം ആ ടൈമാണ്. എന്നാൽ പോലും നിങ്ങൾ മൊബൈൽ കയ്യിൽ വെച്ച് നടക്കേണ്ട ആവശ്യമില്ല. അവിടെ എവിടെയെങ്കിലും ഓണാക്കി വെച്ചിട്ട് അത് കേൾക്കാനുള്ള ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക. രാവിലെ 6 മുതൽ 7 മണിയുള്ള മീറ്റിംഗ്, വൈകുന്നേരങ്ങളുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഉച്ചക്കുള്ള മീറ്റിങ്ങുകൾ നമുക്ക് പുതിയ വ്യക്തികളെ കൊണ്ടുവരാനുള്ള മീറ്റിംഗ് ആണ്. ഫ്രീ ആണെങ്കിൽ അതും കൂടെ അറ്റൻഡ് ചെയ്ത് പഠിക്കുക. ഫ്രീ അല്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ബിസി ആയിക്കോളും, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാണ്. ബിസിനസ്സാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പോയിട്ട് ഈ ബിസിനസ് ചെയ്യാതിരുന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ? ഈ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്ത് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ അതിനേക്കാളും പ്രയോറിറ്റി അല്ല ബിസിനസ്സിന് കൊടുക്കേണ്ടത്. അടുത്ത വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു സ്വന്തമായിട്ടൊരു കട ഇടുന്ന വ്യക്തിയാണ്, സ്വന്തമായിട്ട് ഒരു ഷോപ്പുള്ള വ്യക്തി. തൊട്ടടുത്ത വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഒരാഴ്ച കട കൂട്ടി അവിടെ പോയി ഇരിക്കുമോ? ഇല്ല, നിങ്ങൾ ഇരിക്കൂല. രാത്രി അവിടെ പോയി ഒന്ന് പങ്കെടുക്കും മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ അതേ രീതിയിലാണ് ഈ ബിസിനസ്സിനെ കാണേണ്ടത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂട്ടുകാരൻ, ഈ ബിസിനസ് ചെയ്യുന്ന കൂട്ടുകാരൻ, ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഞാൻ തൊട്ടടുത്ത വീട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് അവിടെ പോകണം. ഞാൻ നീ ഇന്ന് അവിടെ പോകണ്ട, ഇന്ന് അവിടെ പോകണ്ട, കിടക്കണം കുറേ കഴിഞ്ഞിട്ട് അവിടെ ബോഡി എടുക്കണം നാളെ രാവിലെ. ഇന്ന് അവിടെ പോവുകയോ വേണ്ട, നാളെ രാവിലെ ബോഡി എടുക്കുന്ന സമയത്ത് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പറയും. വിട്ടില്ല അവനെ. വൈകുന്നേരം വരെ അവനെ കൂടെ ഇരുത്തിയാൻ. കാരണം അവിടെ പോയി ഇരുന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ ചങ്ങായിമാരോട് ആടെ നിന്ന് നോക്കി വർത്തനം പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളൂ? ആ സമയമാകുമ്പോൾ പോയാൽ മതി. ബിസിനസ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ ബിസിനസ്സിന് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും കഴിയാതെ പ്രയോറിറ്റി ബിസിനസ്സിൽ കൊടുത്താൽ നിങ്ങൾക്കിതിൽ എത്ര ലക്ഷങ്ങളും വരുമാനം ഉണ്ടാകും. ക്ലിയർ ആവുന്നുണ്ടോ? ദേഷ്യം വരുന്നുണ്ടോ ഞാൻ പറയുമ്പോൾ? ദേഷ്യം വേദനകൾ ഉണ്ടെന്ന് ടൈപ്പ് ചെയ്യുക, ദേഷ്യം വേദനകൾ ഇല്ലയെന്ന് ടൈപ്പ് ചെയ്താൽ മതി. ആർക്കെങ്കിലും ദേഷ്യം വേദന നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു നിങ്ങളുടെ വിജയം ലക്ഷ്യമാക്കിയിട്ടാണ്, നിങ്ങൾക്കിത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആരും കേൾക്കുന്നുമില്ലേ? കമൻറ്റ് പോലും ഇല്ലല്ലോ. ഓക്കെ, ഞാൻ പറയുന്നത് ദേഷ്യമായിട്ട് കാണണ്ട. എന്നോട് ഒരുപാട് ആൾക്ക് ദേഷ്യം വരാറുണ്ട്, ഒരുപാട് ആൾക്കാർ ദേഷ്യം വരാൻ എന്നോട് കാണിക്കാറുമുണ്ട്. പക്ഷേ ഞാനതൊന്നും നോക്കാറില്ല. കാരണം ഞാൻ നിങ്ങളൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്
എൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം എൻ്റെ മോൻ രാവിലെ തൊട്ട് എഴുന്നേറ്റ് തുടങ്ങും, അച്ഛാ ഇന്നൊന്ന് കറങ്ങാൻ പോവാ. ഈ 2 മാസം സ്കൂൾ അവധി ഉണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് ഇപ്പോൾ സ്കൂൾ അവധിയാണ്. 2 മാസം സ്കൂൾ അവധി, അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുക. ഇതുവരെ ഒരു സ്ഥലത്ത് പോലും ഞാൻ അവരെ കൊണ്ടുപോയി. ഇന്നോട് റിക്വസ്റ്റ്, അച്ഛാ ഇന്നെങ്കിലും നമുക്ക് പുറത്ത് പോയിക്കൂടെ, അടുത്ത ആഴ്ച എൻ്റെ സ്കൂൾ ഓപ്പൺ ആവാം. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, നിങ്ങൾ പോയിക്കാന്ന് പറഞ്ഞു. അത്രത്തോളം ഞാൻ ഈ ബിസിനസ്സിനെ സ്നേഹിച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ മോൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കരഞ്ഞ് പറഞ്ഞതാണ്, ഇന്നത്തെ ദിവസം അച്ഛൻ ഞായറാഴ്ച നമുക്കൊന്ന് പുറത്ത് പോയിക്കൂടെ, അച്ഛൻ ഇന്ന് മീറ്റിംഗ് ഇല്ലല്ലോ, 5 മണിക്ക് മീറ്റിംഗ്. അവന് കറക്റ്റ് മീറ്റിംഗ് ടൈം മാറി. 5 മണിക്ക് ഇന്ന് അച്ഛന് മീറ്റിംഗ് ഇല്ല, നമുക്ക് 5 മണിക്ക് പോയിക്കൂടെ, 2 മണിയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്ത് പോയിക്കൂടെ. ഞാൻ ഇല്ല, ആ സമയത്ത് എനിക്ക് ഒരുപാട് ആൾ സംസാരിക്കണം, ഞാൻ വരില്ല, വേണമെങ്കിൽ അമ്മേനെയും കൂട്ടി പോയിക്കോ. അത്രത്തോളം ഞാൻ പറഞ്ഞിരിക്കുക. 5 വർഷം ഞാൻ ഒരു സ്ഥലത്തും വരില്ല എന്ന് പറഞ്ഞിട്ടില്ല, അത് വരില്ല. അങ്ങനെ തന്നെയാണ്, ആ തീരുമാനത്തിലൊരു മാറ്റമില്ല. അപ്പം നമ്മൾ എന്താണ് ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്, നിങ്ങൾ അത്രത്തോളം വില കൊടുത്താൽ മാത്രമേ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. പല ആൾക്കാരും, പല ലീഡർമാരൊക്കെ നല്ല വരുമാനത്തിലെത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രൂവ് ചെയ്ത വ്യക്തിയാണ്. കാറിൻ്റെ ഫണ്ട് വാങ്ങിച്ചു കൊടുത്ത ആളാണ്. 2 വ്യക്തികൾക്ക്, 2 ഫാമിലിക്ക് ജീവിതകാലം മുഴുവൻ കാറിൻ്റെ ഫണ്ട് വാങ്ങിച്ചു കൊടുത്ത. അവർ ഒന്ന് മാറി നിന്നാൽ പോലും, ഒരു 2 വർഷം മാറി നിന്ന് കഴിഞ്ഞാൽ പോലും അവരുടെ അക്കൗണ്ടിൽ 50,000 രൂപ മാസം വരുമാനം വരുന്ന രീതിയിൽ 2 വർഷം ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ മാസവും 50,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ലെവലിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ പ്രൂവ് ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഞാനത് വാങ്ങിച്ചു തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഒരു കഴിവും വേണ്ട, ഒരു വിദ്യാഭ്യാസവും വേണ്ട, അത് വാങ്ങിച്ചാൽ എന്നെ കൊണ്ട് സാധിക്കും. നിങ്ങളിത് റെഡിയാണ്, സീരിയസ് ആണെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കൂടി ചെയ്യലല്ല, നെഗറ്റീവിനെ ഉൾക്കൊള്ളാതിരിക്കുക. പല ആൾക്കാരും നെഗറ്റീവ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ, പല നെഗറ്റീവ് മാത്രമേ നിങ്ങൾ മനസ്സിൽ കാണുന്നു, നല്ല കാര്യങ്ങളൊന്നും കാണുന്നില്ല. പല ആൾക്കാരുടെ പ്രശ്നം ഈ ബിസിനസ്സിൽ ഒരു നെഗറ്റീവ് ഉള്ള സുഹൃത്തുക്കൾ. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ടെക്നിക്കൽ ഇഷ്യൂസിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, മുന്നേറാൻ ശ്രമിക്കുക, പ്രോബ്ലംസിനെയൊക്കെ മാറ്റി നിർത്തട്ടെ. ഈ ബിസിനസ് ഞാൻ നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റ് ആണ്, ഒരു കാരണവശാലും നമ്മുടെ പോലെ സപ്പോർട്ട് ഒരു കമ്പനി, ഒരു ലീഡറും തരില്ല, നമ്മുടെ ടീം തരുന്ന പോലെ. അല്ലെങ്കിൽ ഞാൻ 4 വർഷമായി, ഞാനൊന്നും ഒരിക്കലും പ്ലാൻ എടുക്കേണ്ട ആളല്ല, ഇപ്പോഴും ഞാൻ പ്ലാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലീഡേഴ്സ് എൻ്റെ ടീമിലുണ്ട്. ആ ലീഡേഴ്സിന് പല കാര്യങ്ങൾ ബിസി ആയതുകൊണ്ട് ആ സമയത്ത് ഞാനങ്ങ് ഏറ്റെടുത്ത് ചെയ്യും. അവർക്ക് പറയാൻ ഞാനുണ്ടാവും, ഞാൻ ചെയ്തോളും എന്നുള്ളത്. ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു മെൻറ്ററിങ് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ മെൻറ്റർഷിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. നമ്മുടെ ടീമിലുള്ള ആൾക്കാർ പഠിക്കാനും ഇത് മുന്നോട്ട് വരാനും സമയം കണ്ടെത്തുന്നില്ല. ഞാനിത് പഠിക്കേണ്ടതാണ്, നാളെ എൻ്റെ ടീമിനെ ഞാൻ കൊണ്ടുപോകേണ്ടതാണ്. എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം സ്റ്റോപ്പ് ആവാതിരിക്കാൻ നിങ്ങളിത് പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഈ ബിസിനസ് റണ്ണിങ് ആണ്. ആ ലെവലിലുള്ള ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കുറേശ്ശെ എന്തെങ്കിലും ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും പഠിച്ചെടുക്കാനും നിങ്ങളെ കൊണ്ടാവുന്ന കോൺട്രിബ്യൂഷൻ തരാനും ശ്രമിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ ഉണ്ടാവാനുള്ള കോൺട്രിബ്യൂഷൻ എനിക്ക് വേണം. അല്ല ഇത് ഓണാക്കി വെച്ചിട്ട് പോവാതെ ഇതിലുണ്ടാവണം, ശ്രദ്ധിക്കണം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം, നല്ലതിന് വേണ്ടിയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചില ആൾക്കാർക്ക് ഞാൻ പറയുന്ന ദേഷ്യം ഇഷ്ടപ്പെടാതെ ദേഷ്യം വരാറുണ്ട്. എന്നോട് പണങ്ങിപ്പോയി ഒരുപാട് ആൾക്കാർ പണങ്ങിപ്പോയി 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ട് വരുത്തുന്നു. അതൊന്നും ഞാൻ നോക്കാറില്ല. കാരണം എനിക്ക് നിങ്ങളെ വിജയിപ്പിക്കണമെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിൽ വല്ലപ്പോഴും കൂടി ഞാനൊന്നും സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇതിൽ 100% നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം വേണമെങ്കിൽ ഞാനത് തെളിയിച്ച വ്യക്തിയാണ്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ ലെവലെത്തിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും, സനിത, ഷഹനാസ്, അലീമ, ഇങ്ങനെ കുറേ ആൾക്കാർ, പുതിയ ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കട്ടെ. ലീഡർഷിപ്പിലേക്ക് വരാൻ ശ്രമിക്കുക. സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ പേര് വിളിക്കാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഓണാക്കിയ ആൾക്കാർ പേരൊക്കെ വിളിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അബൂ താഹിറൊക്കെ എല്ലാ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. രാവിലത്തെ മീറ്റിങ്ങും അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഞാൻ എല്ലാവരും പേര് എഴുതി വെക്കും കേട്ടോ. അറ്റൻഡ് ചെയ്ത ആൾക്കാർ പേര് എഴുതി വെക്കും. 160 പേരോളം ആൾക്കാർ നമ്മുടെ രാവിലത്തെ CP അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് 67 പേരെ കയറിയിട്ട് ഞായറാഴ്ച കൊണ്ട് ഉറങ്ങിയേക്കാം എന്ന് വെച്ച് 4 മണിക്ക് എന്തെങ്കിലും ഷാജി സാർ ദുബായിൽ നിന്ന് കയറാൻ സാധ്യതയില്ല, അപ്പോൾ അയാൾ കാണൂല, ഇന്ന് കയറണ്ട എന്ന് വെച്ചിട്ട്
ഇന്ന് എത്രയോ ആൾക്കാർ 167 ആൾ മീറ്റിംഗ് കയറുന്ന ആൾക്കാർ ഇന്ന് ആകെ കയറി 67 പേരാ. 100 പേര് കണ്ടിട്ടേ. രാവിലത്തെ മീറ്റിങ്ങിൽ കുറേ ആൾക്കാർ മിസ്സായി. ഒരിക്കലും അത് പാടില്ല. രാവിലത്തെ ക്ലാസ് പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത ക്ലാസ്സാണ്. അത് കിട്ടില്ല. രണ്ടാമത്തെ റെക്കോർഡ് സെഷൻ കിട്ടില്ല. നിങ്ങൾക്കതിന് കേൾക്കണമെങ്കിൽ 800 രൂപ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഈ രാവിലത്തെ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് എനിക്ക് കിട്ടുള്ളൂ. അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് രാവിലെ 6 മണിക്ക് കയറി രാവിലത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുക, അത് പഠിക്കും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, 6 മണിയുടെ സെഷൻ ഇമ്പോർട്ടൻറ്റ് സെഷനാണ്, അറ്റൻഡ് ചെയ്യുക. രാത്രി 9 മണിക്കുള്ള സെഷൻ അല്ലെങ്കിൽ 8:30ക്കുള്ള സെഷനാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. ഉച്ചക്കത്ത് കുഴപ്പമില്ല. അങ്ങനെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെയുള്ള റെഗുലർ കമ്മ്യൂണിക്കേഷനാണ്. അടുത്തത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. യൂസ് ചെയ്ത പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലോണം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എത്ര 10 പ്രൊഡക്റ്റ് വാങ്ങിച്ച വ്യക്തിയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത് മനസ്സിലാക്കി അതിൽ കിട്ടിയ സന്തോഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തുകൊണ്ട് ഒരു 5, 6 അല്ലെങ്കിൽ 10 ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? പ്രൊഡക്റ്റ് വിൽപ്പനയല്ല കേട്ടോ. പ്രൊഡക്റ്റ് വിൽപ്പനയല്ല ഞാൻ പറയുന്നത്. ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കൂടെ ഒരു 4-5 പേസ്റ്റ് വാങ്ങിക്കുക. ഒരു 4-5 കസ്റ്റമർ പേസ്റ്റ് കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ആ പേസ്റ്റ് വാങ്ങിച്ച കസ്റ്റമർ അടുത്ത പ്രാവശ്യം അവർ പേസ്റ്റ് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അവന് കൂടെ സോപ്പ് കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഒരു 100 രൂപ 200 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന ഒരു 4-5 കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പതുക്കെ അവർ 1000 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന കസ്റ്റമറായി മാറുന്നുണ്ടോ? കുറച്ചങ്ങോട്ട് നിങ്ങൾ ബിസിനസ് ഗ്രോത്തിൽ വരുന്ന സമയത്ത്, നിങ്ങൾ നല്ല ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അത്രയും കസ്റ്റമർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സണൽ വോളിയം സെൽഫ് PV 300 PV 400 PV ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ വീട്ടിലേക്ക് പിന്നെ അങ്ങോട്ട് ഒരിക്കലും ഒരു സാധനവും ഒരു സപ്ലിമെൻ്റ് പോലും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരില്ല. പിന്നെ ഒരു കാര്യം, സപ്ലിമെൻ്റ് ഉപയോഗിക്കാത്ത പുതിയ ആൾക്കാർ കുഴപ്പമില്ല. പഴയ ആൾക്കാർ ആരെങ്കിലും സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് കൊടുക്കുന്ന ഏറ്റവും മോശമായ ഒരു മെസ്സേജാണ്. കാരണം നമ്മളുടെ ഈ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരും സപ്ലിമെൻ്റ് ഉപയോഗിക്കാറില്ല, മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗിപ്പിക്കാറ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള 2-3 ആൾക്കാർക്ക് ഇപ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട്. അസുഖങ്ങൾ ഒരുപാട് കിടക്കുകയാണ്. അസുഖം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ സപ്ലിമെൻറ്റ് മസ്റ്റായിട്ട് ഉപയോഗിക്കുക. ഞാൻ എല്ലാ ദിവസവും ഇപ്പം 4 മണിക്ക് കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ന്യൂറിഷ്മെൻറ്റ് ജ്യൂസാണ്. ഒരസുഖം വരില്ല ആ ജ്യൂസ് കുടിച്ച്. നമ്മളെ സപ്ലിമെൻറ്റ് പൊട്ടിക്കുക, ജ്യൂസാക്കി കുടിക്കുക. 1-2 ക്യാപ്സ്യൂൾ അധികമായി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. 2 ക്യാപ്സ്യൂൾ ഉപയോഗിച്ചോ 3 ക്യാപ്സ്യൂൾ ഉപയോഗിച്ചോ ഒന്നും സംഭവിക്കില്ല. അധികമായി കഴിഞ്ഞാൽ സപ്ലിമെൻ്റ് അധികമായി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ. നിങ്ങൾ 2-3 ഒറ്റ കുടിച്ചോ, കലക്കി കുടിച്ചോ, വീട്ടിലെല്ലാവർക്കും മക്കൾക്കടക്കം കൊടുത്തോ ഒരു കുഴപ്പമില്ല. ഒരു ഹെൽത്ത് പ്രോബ്ലം, ഒരു അസുഖം നിങ്ങൾക്ക് ആർക്കും വരില്ല. വെറുതെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ കളയാതിരിക്കുക. നമ്മൾ സപ്ലിമെൻറ്റ് വാങ്ങിക്കുക. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് 7ഓളം സപ്ലിമെൻ്റ് ഉണ്ട്. ആ 7 സപ്ലിമെൻറ്റ് വാങ്ങിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ചായ കുടിക്കുന്നതിന് മുന്നേ അത് ഊരിയിട്ട് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലിടുക, ഷെയ്ക്ക് ചെയ്യുക, കുടിക്കുക. വേറൊരു അസുഖം വരും. നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ വിഷാംശങ്ങളും, ക്യാൻസർ കോശങ്ങൾ വരെ പുറത്തോട്ട് പോകും. ഇന്ന് പല ആൾക്കാർ വീട്ടിൽ ആർക്കൊക്കെയോ ക്യാൻസറുള്ള ആൾക്കാരുണ്ട്. അതിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളത് ഉപയോഗിക്കണം. അവർക്കും കൊടുക്കണം ആ ജ്യൂസ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് മാറ്റം ലഭിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ആരോഗ്യം തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ബിസിനസ് ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. അതെല്ലാവരും യൂസ് ചെയ്യുക. സപ്ലിമെൻറ്റിന് ഇന്നലെ എനിക്ക് ജഷിതി അയച്ച മെസ്സേജ്, നമ്മളിവിടെ ആൾക്കാർ സാധാരണക്കാരാണ് സാറേ, മുട്ടുവേദനയുണ്ട് അവർക്ക് എല്ലാവർക്കും, അവരാരും ഇതിന് പൈസ ചിലവാക്കില്ല സപ്ലിമെൻറ്റ് വാങ്ങിക്കാൻ. പക്ഷേ അവർ 1 ലക്ഷം രൂപ കൊടുത്ത് സർജറി ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ആൾക്കാർ സാധാരണക്കാരുണ്ടാവും. ദയവ് ചെയ്ത് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് നമുക്കൊരു റിസൾട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ വാങ്ങിക്കും. അല്ലാതെ അവരെ മുട്ടുവേദന മാറ്റാൻ നിങ്ങൾ നടക്കണ്ട. മുട്ടുവേദന നമ്മൾക്ക് എല്ലാവരും വീട്ടിൽ ആൾക്കാരുണ്ടാവും. എല്ലാ വീട്ടിലെ ആൾക്കാരും ഷുഗർ പല ആൾക്കാരുണ്ട്, കൊളസ്ട്രോൾ ആൾക്കാരുണ്ട്. നമ്മൾ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ഷെയർ ചെയ്താൽ മതി. അതിലൊരുപാട് മാറ്റങ്ങളുണ്ടാവും. കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇന്നലെ അഷ്റഫ് പറഞ്ഞ പോലെ കുക്കിംഗ് ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ട് പൈൽസിൻ്റെ പ്രോബ്ലം മാറി. പൈൽസിന് വേറെ സപ്ലിമെൻ്റ് ഉണ്ട്, ഫൈബറും അലോവേരയും കോംബാഡിക്സ് ഉണ്ട് പൈൽസുള്ള ആൾക്കാർക്ക്. പക്ഷേ കുക്കിംഗ് ഓയിൽ മാത്രം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പൈൽസ് മാറിയതാണ്. അപ്പോൾ അത്രക്കും റിസൾട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും നിങ്ങൾ പുതിയ ആൾക്കാർ എല്ലാവരും റെഡി ആവണം. അത് ഉപയോഗിക്കണം. ഉപയോഗിച്ച് കിട്ടിയ സന്തോഷം ഷെയർ ചെയ്യണം. ഇത് നിങ്ങളെല്ലാവരും മനസ്സിൽ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയൊരു ബാല്യകര മലയാറ്റിങ്ങൾ കാണുന്നുള്ളൂ അല്ലേ? ആൾക്കാരെ കൊണ്ടുവരിക, ഞാൻ പറഞ്ഞത് ആൾക്കാരെ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ എനിക്കടക്കം അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ മെസ്സേജ് 1000 പേർക്ക് അയച്ചാൽ പോലും 10 പേർ റിപ്ലൈ തരുന്നില്ല. അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുക. പുതിയ ലെഗുകൾ ഓപ്പൺ ആക്കാൻ, പുതിയ ടീമിനെ സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നു.
പക്ഷേ സമയക്കുറവ് കാരണം അധികം അയക്കാൻ പറ്റുന്നില്ല. എങ്കിലും എല്ലാ ദിവസവും 10-20 പേർക്ക് ഞാൻ അയക്കാറുണ്ട്. ഒരു ജോയിനിങ് പോലും എനിക്ക് ആക്കാൻ പറ്റുന്നില്ല അങ്ങനെ. എന്നിട്ട് ഞാൻ വിഷമിക്കാറുണ്ട്. പക്ഷേ ഇത് നിരന്തരം പ്രോസസ്സ് ചെയ്ത സമയത്താണ് എനിക്കൊരു 6 വ്യക്തികൾ ബിസിനസ് കേട്ടതും ആ 6 വ്യക്തികളുടെ കൂടെ ഡെപ്ത് ഡ്രൈവിങ്ങിലൂടെ, ഞാൻ ചൊവ്വാഴ്ച പറ്റുന്ന ഡെപ്ത് ഡ്രൈവിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ടോ, ഡെപ്ത് ഡ്രൈവിങ്ങും ഡെപ്ത് ബിൽഡിങ്ങും ചെയ്തിട്ടാണ് ഇങ്ങനെ ബിസിനസ് ഉണ്ടാക്കിയെടുത്തത്. അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പറയുന്നുണ്ടാവും എന്താണ് ഈ ബിസിനസ് ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ലേറ്റസ്റ്റായി ജോയിൻ ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കും. എനിക്ക് കൂടുതലായിട്ട് അധികം ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല ഇന്ന്. കുറച്ചൊക്കെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ എനർജി കുറച്ച് ആൾക്കാർ കൂടുമ്പോഴും കുറച്ച് ആൾക്കാർ വീഡിയോ ഓണാക്കിയിരിക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എനിക്ക് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളാരും കേൾക്കുന്നുണ്ടോ എന്നുള്ള ഫീലിങ്സ് എനിക്ക് വരുത്താം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ച് ആൾക്കാരെങ്കിലും വീഡിയോ ഓണാക്കിയാൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാം. ഓക്കെ, എനിവേ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമായി മാറിയിട്ടില്ല വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ചലഞ്ചസ് ഉണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ പറഞ്ഞു. സാറേ നമസ്കാരം. നമസ്കാരം അബുദാബി, പറയും. സാറേ നമ്മൾ മാസത്തിൽ മിനിമം എത്ര PVയുടെ പ്രോഡക്റ്റ് എടുക്കണം സാറേ വീട്ടുപയോഗത്തിനാണെന്നുണ്ടെങ്കിൽ? അപ്പോൾ അതിന് അത്ര നിർബന്ധമായിട്ട് ഒന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ള സാധനം വാങ്ങിച്ചാൽ മതി. കമ്പനി എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചാലും ബിസിനസ് സ്റ്റാർട്ടാവും. ഓക്കെ, നിങ്ങൾ ഒരു സോപ്പ് വാങ്ങിച്ചാലും ബിസിനസ് സ്റ്റാർട്ടാവും. അല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ സാധനം വാങ്ങിച്ചാലും ബിസിനസ് സ്റ്റാർട്ടാവും. 3000 വാങ്ങിച്ചാലും എങ്ങനെ വാങ്ങിച്ചാലും നിങ്ങളുടെ ബിസിനസ് യാതൊരു കുറവില്ല. നിങ്ങൾക്കൊരു വരുമാനം കിട്ടാൻ നിങ്ങളൊരു സോപ്പ് വാങ്ങിച്ചാൽ 1 രൂപ വരുമാനം കിട്ടും. ഒരു സോപ്പ് ഒരു പേസ്റ്റ് വാങ്ങിച്ചാൽ 2 രൂപയുടെ വരുമാനം ഉണ്ടാവും. എന്ത് വാങ്ങിച്ചാലും നമുക്ക് വരുമാനം കിട്ടും. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല ബിസിനസ് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് ലക്ഷങ്ങൾ വരുമാനം വേണം, സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എന്തൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടോ അതിന് ലിസ്റ്റ്, നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ ലിസ്റ്റ് വീട്ടിൽ നിന്ന് എത്തിയല്ലോ. ചായപ്പൊടി, പഞ്ചസാര, ഓയിൽ എല്ലാം നമുക്ക് എത്തിയല്ലോ. അതുപോലെ ആ ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ എന്തൊക്കെ ഈ വെസ്റ്റേജിലുണ്ടോ അത് എല്ലാ മാസവും വെസ്റ്റേജിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അബുദാഹിർ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള പൈസയ്ക്ക് സാധനം വാങ്ങിച്ചു കൂട്ടണ്ട. നിങ്ങൾ പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം കംപ്ലീറ്റ് ഇരുന്ന് വാങ്ങിക്കും. വീട്ടിൽ പറയാം സാധനം വാങ്ങിക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചു തരാം. ഇപ്പം അബുദാഹിർ പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രം കഴുകുന്ന, തുണി കഴുകുന്ന, തറ തുറക്കുന്ന, ടോയ്ലറ്റ് കഴുകുന്ന, പല്ല് കഴുകുന്ന, പേസ്റ്റ്, കുളിക്കേണ്ട സോപ്പ്, കുക്കിംഗ് ഓയിൽ, ഇങ്ങനെയുള്ള എല്ലാ സാധനവും ലിസ്റ്റ് നിങ്ങൾ എല്ലാ മാസവും വീട്ടിലേക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക് അവിടെ കൊറിയർ വഴി സാധനം പോകും. അടുത്ത മാസം അത് എന്തെങ്കിലും തീരുന്ന അറിയാം. അത് തീർന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വേണ്ടി അത് വാങ്ങിച്ചു കൊടുക്കുക. എല്ലാ മാസവും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കുക. ഈ ഇതേ സമയത്ത് നിങ്ങളുടെ സഹോദരിയോ സഹോദരനോ വേറെ ബന്ധത്തിൽ പരിചയക്കാരുണ്ടെങ്കിൽ അവരോട് പറയാം ഞാൻ കുറച്ച് സാധനം കൊടുത്തു. നിങ്ങൾ അനിയത്തിയോ ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ, അബുദാഹിറിന് അനിയത്തിയും ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സഹോദരനാകുമ്പോൾ എന്തെങ്കിലും വീട്ടിലൊക്കെ വരുന്നത് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കുക. ഒരു 200 രൂപയുടെ സാധനമൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ബേക്കറി സാധനം അല്ലെങ്കിൽ പലഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറില്ലേ? അതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഒരു സോപ്പും പേസ്റ്റൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അനിയത്തിക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കല്ല, നിങ്ങളുടെ സഹോദരിക്കോ സഹോദരനോ ഫ്രീ ആയിട്ട് ഒരു സോപ്പും പേസ്റ്റും ഒരു കുക്കിംഗ് ഓയിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. സാധാരണ ലെവലിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ബന്ധക്കാർ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത്, അല്ല ഞായറാഴ്ച ദിവസമൊക്കെ പെൺമക്കളെയൊക്കെ കല്യാണം കഴിച്ച് വിട്ട് പെൺകുട്ടിയൊക്കെ കല്യാണം കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം ഒരു വിരുന്ന് വരുന്നുണ്ടല്ലേ, ഭർത്താവിനെയും മക്കളെയും കൂട്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് പോകുന്ന സമയത്ത് ഒരു സഞ്ചിയിൽ ചക്കയോ മാങ്ങയോ അല്ലെങ്കിൽ കുറച്ച് ബേക്കറി സാധനം, പലഹാരം, പഴങ്ങളൊക്കെ പറിച്ചു കൊടുക്കാറില്ലേ? ആ സഞ്ചിയിനകത്ത് ഒരു പാക്കറ്റ് കുക്കിംഗ് ഓയിലും ഒരു പേസ്റ്റും ഒരു സോപ്പും ഒരു പാത്രം ലിക്വിഡും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ അവർ വിളിച്ച് ചോദിക്കും നിങ്ങൾ ഈ സാധനം ഇവിടെ നിന്ന് വാങ്ങിച്ചത് അടിപൊളി സാധനം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരോട് പറയാം നിങ്ങൾ ID നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച് അവർക്ക് അയച്ചു കൊടുക്കുക. ഇതിങ്ങനെ നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ലോയൽ കസ്റ്റമറെ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. ഇതൊരിക്കലും പ്രൊഡക്റ്റ് വിൽപ്പനയായിട്ട് നിങ്ങൾ ആരും കാണരുത്. പ്രൊഡക്റ്റ് വിൽപ്പനയല്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അബുദാഹിർ ചെയ്യുന്ന എന്താണ്? അത്യാവശ്യം വീട്ടിലേക്ക് ഒരു 3000 രൂപയുടെ സാധനം എല്ലാ മാസം വീട്ടിലേക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇത്രയും സാധനം എൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വാങ്ങിക്കേണ്ട സാധനമാണ്. അതോടൊപ്പം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സപ്ലിമെൻറ്റും കൂടെ ഉപയോഗിച്ചാൽ നല്ലതാണ്. അപ്പം നമുക്ക് ഒരു 3000 രൂപയുടെ സാധനം എന്തായാലും വേണ്ടി വരും കുറഞ്ഞത്. അത് വാങ്ങി ഒരു 100 PVയുടെ സാധനം വാങ്ങിക്കാൻ ശ്രമിക്കുക. ആദ്യം 100 PVയിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നതിനോട് നിർബന്ധമില്ല എന്നർത്ഥം. നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പറ്റിയില്ല, കുഴപ്പമില്ല. പക്ഷെ ശ്രമിക്കാൻ പറയുന്നത് ഒരു ബിസിനസ് മൈൻഡിലൂടെ പറയാം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ ഉത്തരവാദിത്യം ഒരു 100 പോയിന്റിൻ്റെ സാധനം വാങ്ങിക്കുന്ന വ്യക്തിയെ മാറാൻ ശ്രമിക്കുക. ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് 200 പോയിന്റിലേക്ക് വരാൻ ശ്രമിക്കുക. ആ കസ്റ്റമർ പിന്നെയും സാധനം കൂടുതൽ വാങ്ങിക്കുന്ന സമയത്ത് അത് 300 പോയിന്റിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് ടീം വരുന്നുണ്ടാവും. ഈ സെയിം സാധനം അബുദാഹിർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അൻസാർ എന്ത് ചെയ്തു, ജേഷൻ എന്താ ചെയ്യുന്നത്,
ആ സെയിം സാധനം നിങ്ങളെ കൂടെ വന്ന വ്യക്തി ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചെയ്ത 100 PV നിങ്ങൾ താഴെ വന്ന വ്യക്തി കുറച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോയിന്റുകൾ കയറി പോകുന്നുണ്ടാവും. നിങ്ങൾ 8% മാറുന്നുണ്ടാവും. ഇപ്പോൾ ബോണസ് കുറച്ചും കൂടെ കഴിയുമ്പം കൂടെ വന്നിരിക്കുന്ന വ്യക്തി 8% ആവുന്നുണ്ടാവും. അങ്ങനെ പതുക്കെ നിങ്ങൾ 12% നിങ്ങളുടെ ബോണസ് വീണ്ടും കൂടാൻ തുടങ്ങി 1000 1500 രൂപയുടെ വരുമാനമായി മാറുന്നുണ്ടാവും. കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ 16% മാറുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന വോളിയം കൂടുന്നുണ്ടാവും. നിങ്ങൾ ചെയ്ത അതേ കാര്യം, കാരണം ഒരു 3000 രൂപയുടെ സാധനം അബുദാഹിറിൻ്റെ വീട്ടിലും അൻസാറിൻ്റെ വീട്ടിലും ജയ്ഷിൻ്റെ വീട്ടിലേക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അറിയാം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ വാങ്ങിക്കണം, എൻ്റെ ഉത്തരവാദിത്തമാണ്. വെസ്റ്റീജ് എൻ്റെ സ്വന്തം കമ്പനിയാണ്, അത് ഞാൻ വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള ഉത്തരവാദിത്തത്തിൽ വാങ്ങിക്കുക. ഒരിക്കലും നിർബന്ധപ്രകാരമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ അത് വാങ്ങിക്കുക. ഇത് നിങ്ങളെ കൂടെ വന്ന വ്യക്തി ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പെർസെൻറ്റേജ് കൂടുന്നുണ്ടാവും, നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം വരുന്നുണ്ടാവും. ഈ വരുമാനം എങ്ങനെയാണ് കിട്ടിയേ? അത് നേരെ താഴെ വന്ന വ്യക്തിക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ വരുമാനത്തിലൂടെ ഒന്നും ചെയ്യാതിരിക്കുക. ഒരിക്കലും എനിക്കെന്ത് കിട്ടും, എനിക്കെത്ര വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. അത് ബിസിനസ്സിൽ പരാജയപ്പെടും. നിങ്ങൾക്കൊരു 147 അല്ലെങ്കിൽ 200 രൂപ കിട്ടിയെങ്കിൽ ആ 200 രൂപ അടുത്ത മാസം ആ താഴെ വന്ന വ്യക്തിക്ക് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള താഴെ കൂടെ നിൽക്കുന്ന വ്യക്തിക്കല്ല ഒരു 100 രൂപ 200 രൂപ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ വരുമാനം 1000 രൂപക്ക് പോകുന്നുണ്ടാവും. ഇത് ചിലപ്പോൾ ആ മാസം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, നിങ്ങൾ സെൽഫ് ഫീ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, വേറെ ജോയിനിങ് നടത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. താഴെയുള്ള വ്യക്തി മാത്രം പർച്ചേസ് ചെയ്തപ്പോൾ അവർക്ക് വരുമാനം കിട്ടും, നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല, ചിലപ്പോൾ 100 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൽ സങ്കടപ്പെടാൻ, എന്നെക്കാളും 100 രൂപ കിട്ടിയ സന്തോഷിക്കാൻ ശ്രമിക്കുക. അവരുടെ വരുമാനം കൂട്ടാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ വരുമാനം കൂടുന്നുണ്ടാവും. നിങ്ങൾ ചെയ്ത എന്താണോ അത് തന്നെ അവർ ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ മതി, അത് തന്നെ താഴെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം അൻസാറിനും അബുദാഹിറിനും ബുദ്ധിമുട്ടുണ്ടോ? സ്വന്തം വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനം വേറെ കമ്പനിയിൽ വാങ്ങിക്കില്ല, ഞാൻ വെസ്റ്റീജിൽ നിന്ന് വാങ്ങിക്കുള്ളൂ. എൻ്റെ അനിയത്തിയോ ചേച്ചിയോ ഉണ്ടെങ്കിൽ അവർക്ക് 2-3 സോപ്പും വേസ്റ്റൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് എൻ്റെ വക കൊടുക്കുവാണ്. അനിയത്തിക്കും ചേച്ചിക്കും മാത്രമേ കൊടുക്കുള്ളൂ, അപ്പുറത്തുള്ള ചേട്ടനൊന്നും കൊടുക്കുക കേട്ടോ. കാരണം അത് നമ്മുടെ സ്വന്തം ചോരയാണ്. അവർക്ക് നമ്മൾ സാധാരണ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളാണ്, അത് കൊടുക്കുക. ആ ഒരു സ്നേഹബന്ധത്തിൽ മാത്രം കൊടുക്കുക, അവരെ കസ്റ്റമറാക്കാൻ പറ്റും. അല്ലാതെ ഒരു അനിയത്തിയും ഒരു സഹോദരനും നിങ്ങൾ പറഞ്ഞാൽ വെസ്റ്റീജിൻ്റെ പൊടിച്ച് ഉപയോഗിക്കില്ല. ഇതുപോലെ സഞ്ചിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ മാത്രമേ ഉപയോഗിക്കൂ. അന്നേരം ബിസിനസ് പറയാനും പാടില്ല കേട്ടോ. ഇത് ഉപയോഗിച്ചതിന് ശേഷം അവർ ഇങ്ങോട്ട് ക്വാളിറ്റി ചോദിക്കും, ഇതവിടെ നിന്ന് വാങ്ങിച്ച അടിപൊളി സാധനമാണെന്ന് പറയുമ്പോഴാണ് അപ്പോഴാണ് ഈ സാധനം ബിസിനസ് കൊടുക്കാൻ പോകുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അനിയത്തിയും സഹോദരനും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വരവ് പോലെ കുറക്കും. ചേട്ടൻ എന്നെ ബിസിനസ് പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്ന പേടിച്ചിട്ട് അങ്ങോട്ടുള്ള വരവും കുറയും. അതുകൊണ്ട് ബിസിനസ് അവിടെ പറയാതിരിക്കുക. അവർക്ക് നൈസായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഒരു 2 പേസ്റ്റും ഒരു സോപ്പൊക്കെ അവരെ സഞ്ചിയിലിട്ട് കൊടുക്കുക, അവിടെ വെച്ചിട്ട് വരിക. കുട്ടികൾക്ക് കൊടുക്കുന്ന ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും, നമ്മുടെ ചോക്ലേറ്റ് ബാർ കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരു ബിസിനസ് മൈൻഡിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ 100 പോയിന്റ് 200 പോയിന്റ് ആവും, 200 പോയിന്റിൽ 300. ഇപ്പോൾ അലീമ കണ്ട മണ്ണാർക്കാട് ഷോപ്പിൽ ഇരിക്കുക, ഓൾറെഡി 300 PV കഴിഞ്ഞു. ഇന്നലെ 300 PV അവർ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഷോപ്പിലിരിക്കുക, സാധനം വാങ്ങിക്കാൻ പോയിരിക്കുക. ഷഹനാസ് ഖത്തറിലാണ്, ഖത്തറിൽ ഈ കമ്പനിയിൽ ഒരു സോപ്പ് പോലും കിട്ടില്ല. അവർ കഴിഞ്ഞ മാസം ചെയ്ത് 500 PV ആണ്, ഈ മാസം 300 ഓൾറെഡി കഴിഞ്ഞ്, ഇനിയും ചെയ്യാൻ കിടക്കുകയാണ്. അതേപോലെ ഒരു ബിസിനസ് മൈൻഡിലേക്ക് വന്നുകൊണ്ട് 100 PV 200 PV നമ്മൾ എത്താൻ ശ്രമിക്കണം. പിന്നെ അതേപോലെ താഴെ ഇവിടെ പല ആൾക്കാരും ചെയ്യുന്ന കാര്യം, എന്തായാലും താഴെയുള്ളവർ പർച്ചേസ് ചെയ്യട്ടെ, ഞാനൊന്നും ചെയ്യാതെ നോക്കിയിരിക്കാം. താഴെയുള്ളവർ പർച്ചേസ് ചെയ്ത് കുറേ ആകുമ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് വരുമാനം വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയല്ല, നിങ്ങൾ ചെയ്താൽ മാത്രമേ താഴെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഡ്യൂപ്ലിക്കേഷനെ താഴെ ചെയ്യേണ്ടത്. ഇത് 100% ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്ന കാര്യം, കുറച്ച് ജോയിനിങ് ഒക്കെ ആവട്ടെ, കുറച്ച് PV ഒക്കെ താഴെ വരട്ടെ, അപ്പോൾ 40 PV ചെയ്ത് വരുമാനം വാങ്ങിക്കാൻ ചിന്തിക്കുകയാണെങ്കിൽ ഇത് തന്നെ താഴെ ഡ്യൂപ്ലിക്കേഷൻ. ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, സാറ് 12% ഈ മാസം ആയെങ്കിൽ ഞാനൊരു 40 PV ചെയ്താൽ പോരെ, എന്നാൽ എനിക്ക് വരുമാനം കിട്ടില്ല. അവർ അഥവാ ആയിട്ടില്ലെങ്കിൽ പിന്നെ വരുമാനം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ചെയ്യണ്ട, താഴെയുള്ളവർ ഞാൻ 8% ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവർ ഇതന്നെ എന്നോട് പറഞ്ഞു, സാറ് 8% ആവുമെങ്കിൽ ഞാൻ ചെയ്താൽ പോരെ. അങ്ങനെ പിന്നെ നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇതിനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ താഴോട്ട് വരും. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, കുറച്ച് ലോയൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 100 PV എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഫസ്റ്റ് തന്നെ ആദ്യത്തെ ആഴ്ച തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി നമുക്ക് 3 ആഴ്ച സമയമുണ്ട്. ഈ വാങ്ങിച്ച പ്രൊഡക്റ്റ് 1-2 ലോയൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം, കുറച്ച് ആൾക്കാരെ ബിസിനസ്സിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നമ്മളുടെ സ്റ്റെപ്പ്. നമ്മൾ പേഴ്സണൽ PV ചെയ്യാൻ ശ്രമിക്കുന്നു, കുറച്ച് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു, കുറച്ച് വ്യക്തികൾ ബിസിനസ് ആവശ്യമുള്ള വരുമാനം ആവശ്യമുള്ള ആൾക്കാരെ ഈ സൂമിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക് ബിസിനസ് വളരും, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരില്ല. നമ്മളെ മൈൻഡിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തേക്ക് കളഞ്ഞേക്കണം. ആരെങ്കിലും തലയിൽ നെഗറ്റീവ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞേക്കണം. നെഗറ്റീവ് മെസ്സേജ് കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക, വായിക്കാതിരിക്കാൻ ശ്രമിക്കുക. അയക്കണ്ട, ആരും നെഗറ്റീവ് അയച്ച് വായിക്കണ്ട, റിപ്ലൈ കൊടുക്കണ്ട. നെഗറ്റീവ് ആണെങ്കിൽ റിപ്ലൈ കൊടുക്കണ്ട. കാരണം നിങ്ങളുടെ മനസ്സ് ഫുള്ള് നെഗറ്റീവ് അത് തിരിപ്പിച്ച് കളയും.
നമ്മൾ പോസിറ്റീവ് ആവാൻ ശ്രമിച്ചാൽ അത് ഓട്ടോമാറ്റിക് കേട്ടോ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അബുദായിരം മനസ്സിലായി, ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കുക, ആവശ്യമുള്ള സാധനം വാങ്ങിക്കുക, വെറുതെ വരുമാനം കൂടാൻ വേണ്ടി സാധനം വാങ്ങിച്ച് കൂട്ടരുത്. വാങ്ങിച്ച സാധനം ഉപയോഗിക്കാനും ആർക്കും കൊടുക്കാനായിരിക്കും. ഇത് തന്നെ താഴെയുള്ളവർ ചെയ്തോളൂ. അവർ പക്ഷെ ഒരു വ്യക്തി അബുദായിനോട് ഒരു വ്യക്തി ജോയിൻ ചെയ്യുന്നു, ഐ ഡി എടുക്കുന്നു. ഇപ്പം അൻസാർ എന്ന വ്യക്തി അബുദായിനോട് ഇന്ന് ജോയിൻ ചെയ്യാം, നിങ്ങൾ പരിചയക്കാരാണ്. അപ്പോൾ തന്നെ ഇതെല്ലാം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അവരോട് പറയരുത് കേട്ടോ. അവരോടൊന്നും പറയണ്ട. മീറ്റിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം മീറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾ ശ്രദ്ധിക്കൂ. അത് മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്താൽ മതി. 2-3 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ശേഷം പറയാം, നീ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ, കൊള്ളാവും നോക്കൂ, നല്ലതാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അവർക്കത് കംഫർട്ടാണ്, ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടില്ല. അൻസാർ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, കുഴപ്പമില്ലല്ലോ, നല്ല സാധനമാണല്ലോ, 50 രൂപയുടെ സോപ്പും 72 രൂപ പേസ്റ്റും സൂപ്പർ സാധനമാണല്ലോ. അൻസാർ എന്ത് ചെയ്യാലും അടുത്ത പ്രാവശ്യം സോപ്പും പേസ്റ്റ് ഈ കമ്പനി വാങ്ങിക്കും, കൂടെ വേറെ 2-3 പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടാവും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ കമ്പനിയുടെ കസ്റ്റമറായി മാറും. അങ്ങനെയാണ് നമുക്ക് അവർക്ക് ഫ്ലെക്സിബിളായിട്ട് അവർക്ക് കൊടുക്കുക. ഇന്ന് പല കമ്പനികളും ചെയ്യുന്ന എന്താണ്, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അയാളെ കൊണ്ട് എല്ലാ സാധനവും ഒരുമിച്ച് വാങ്ങിപ്പിക്കും, പിന്നെ അവൻ്റെ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി ആ ചങ്ങായിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സാധനം ആരും ഉപയോഗിക്കാൻ അറിയില്ല, വേറെയൊക്കെ കൊടുക്കാൻ അറിയില്ല, വേറെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി, ഓൺലൈൻ ബിസിനസ് പറഞ്ഞ ആൾക്കാർക്ക് പേടി. ജോയിൻ ചെയ്ത് ഉടനെ തന്നെ 25,000 സാധനം വാങ്ങിപ്പിക്കുന്നത് 2 പേർ അപ്പുറം ചേർത്ത് 25,000 സാധനം വാങ്ങിപ്പിക്കുക. ഈ ചങ്ങായിക്കൊന്നും കിട്ടില്ല, താഴെ വന്ന ചങ്ങായിക്കൊന്നും കിട്ടില്ല, പിന്നെ ആ ചങ്ങായിനെ തെറി കേൾക്കാനും സമയമുണ്ടാവും. ഇത് നേരെ തിരിച്ച് ചെയ്യുകയാണെങ്കിലോ, എന്തെങ്കിലും സാധനം വാങ്ങിച്ച് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുമെങ്കിൽ അവൻ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്യില്ലല്ലോ. നമ്മളെ കമ്പനിയുടെ പ്രൊഡക്റ്റ് 100% ഇഷ്ടപ്പെടും, ഗ്യാരണ്ടിയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ വെസ്റ്റീജിൽ തന്നെ പല ആൾക്കാരും ചെയ്യുന്നത് എന്താണ്, ബൾക്ക് പർച്ചേസിങ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ബിസിനസ്സിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. കൂടെ നിന്ന് കൈ കൊടുത്ത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേ അവിടെ നമ്മൾ കൂടെ ഉണ്ടാവും. ഞാൻ അങ്ങനെയാണ് ഈ 4 വർഷമായിട്ട് ഈ ബിസിനസ് ബിൽഡ് ചെയ്തത്. ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടായിട്ടും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കളഞ്ഞിട്ട് പോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ചീത്ത പറഞ്ഞു പോയിട്ടുണ്ട്, വഴക്കുകൂടി പോയിട്ടുണ്ട്. ഒന്നും മൈൻഡ് ചെയ്തില്ല. എൻ്റെ ലക്ഷ്യം ആര് ഇതിൽ കൂടെ ഉണ്ടോ അവരെ വിജയിപ്പിക്കുക എന്നുള്ളത്. ആര് കളഞ്ഞിട്ട് പോകാതിരുന്നു അവരെ വിജയിപ്പിക്കുക എന്നുള്ളത്. മുന്നേക്ക് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ഞാൻ ആരെങ്കിലും ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പം ചോദിക്കും, ലെഫ്റ്റ് അറിയാതെ ആയതാണോ അല്ല മനഃപൂർവ്വമാണോ ചോദിക്കും. ഇല്ല സാറേ, ഞാൻ അറിഞ്ഞിട്ടില്ല ലെഫ്റ്റ് ആയതെന്ന് പറഞ്ഞു. മൊബൈൽ ഹാങ് ആയപ്പോൾ ഞാൻ ക്ലിയർ ചാർട്ട് അടിച്ചപ്പോൾ ലെഫ്റ്റ് ആയത്. അപ്പോൾ നമുക്കറിയാം തിരിച്ച് ഏടാക്കാൻ പറ്റും. ചില ആൾക്കാർ മനഃപൂർവ്വം ലെഫ്റ്റ് ആൾക്കാരുണ്ട്, അവരെ വിട്ടേക്കും, വേണ്ടാത്തുള്ളൂ ലെഫ്റ്റ് ആവും. അപ്പം നമ്മൾ എപ്പോഴും സീരിയസ് ആവാൻ ശ്രമിക്കണം. നമ്മളൊരു 100% ഇതിൻ്റെ കസ്റ്റമറായി മാറാൻ ശ്രമിക്കണം. രോഗികൾ അന്വേഷിച്ച് നടക്കരുത്. നമ്മളുടെ പ്രോബ്ലം, നമ്മളെ ഹെൽത്ത് പ്രോബ്ലംസ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ ഹെൽത്ത് പ്രോബ്ലം ഓട്ടോമാറ്റിക് മാറുന്നുണ്ടാവും. ഒരു അസുഖമില്ലെങ്കിൽ പോലും നമ്മൾ സപ്ലിമെൻറ്റ് ഉപയോഗിക്കണം കേട്ടോ. എനിക്കൊരു ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ല, ഞാൻ എല്ലാ സപ്ലിമെൻറ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും 4 വർഷമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല, ഒരു മെഡിസിനും കഴിക്കേണ്ടി വന്നിട്ടില്ല. ഞാനൊരു ഹോസ്പിറ്റലും പോകാറില്ല, ഒരു ഡോക്ടറെയും കാണിക്കാറില്ല, ഞാനും എൻ്റെ കുടുംബം ആരും പോകാറില്ല. ചെറുതായിട്ടൊരു ബോഡി പെയിൻ വന്നാലും വൈകുന്നേരം ആകുമ്പോൾ അതും പോകും, പനി വന്നാലും വൈകുന്നേരം ആകുമ്പോൾ പോകും, ഒരു മരുന്നും വേണ്ട. അപ്പോൾ നിങ്ങളും അങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാട്ടോ. പല ലീഡർമാരും ഉണ്ട്, സപ്ലിമെൻ്റ് ഒന്നും കഴിക്കില്ല, താഴോട്ട് സപ്ലിമെൻറ്റ് കഴിക്കാൻ വേണ്ടി പ്രൊമോഷൻ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തി അസുഖം വന്ന് കിടക്കുകയും ചെയ്യും. അന്നേരം ആലോചിക്കും ഇയാൾ സപ്ലിമെൻറ്റ് കഴിക്കലില്ലേ, അപ്പോഴാണ് അറിയാം ഇയാൾ സപ്ലിമെൻറ്റ് കഴിക്കില്ല, നമ്മളെ കൊണ്ട് കഴിപ്പിച്ചെന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സപ്ലിമെൻ്റ് ഉപയോഗിച്ച് ആ കിട്ടിയ റിസൾട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആവുന്നുണ്ട്? ഇനി ആർക്കും ഒന്ന് സംശയം അബുദാഹിൽ മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയി? ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചോളൂ, ആവശ്യമുള്ള സാധനം വാങ്ങിച്ചോളൂ. ആവശ്യക്കാർക്ക് ബിസിനസ് ഷെയർ ചെയ്യും കേട്ടോ. ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടെങ്കിൽ വേണ്ട, വിട്ടേക്കുക. ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുവരാതിരിക്കുക. ആവശ്യമുണ്ടെങ്കിൽ, വരുമാനം ആവശ്യമുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരിക. നല്ല പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുക. എത്ര മാത്രമേ ചെയ്യുള്ളൂ. ആരെ നിർബന്ധിച്ച് കൊണ്ടുവന്നുകൊണ്ട് അവരെ ഒരിക്കലും നമുക്ക് പഴുപ്പിക്കാൻ പറ്റില്ല, അല്ലേ? പഴങ്ങളാണെങ്കിൽ നമുക്ക് പുകയിട്ടെങ്കിൽ പഴുപ്പിക്കാൻ പറ്റും, അല്ലാത്ത ആൾക്കാർ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ മീറ്റിംഗ് കയറി കഴിഞ്ഞാൽ ചാർജ് ആവുന്നൊക്കെ തോന്നും, പക്ഷെ ചാർജ് ആവില്ല. ആവശ്യമുള്ളവനെ ബിസിനസ് ചെയ്യും. ഇനി ആർക്കും എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ സമയം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ ചോദിക്കാം, ആർക്കും, പഴയ ആൾക്കാർക്കും ചോദിക്കാം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഈ സെഷൻ ചെയ്തതിൽ? എന്തെങ്കിലും ചെറുതായിട്ട് കോൺഫിഡൻറ്റ് വന്നിട്ടുണ്ടോ? എനിക്കത്ര കോൺഫിഡൻറ്റ് പോരാ, ഞാൻ ചെയ്ത സെഷൻ പോരാണോ എനിക്ക് തോന്നിയില്ല. എന്തെങ്കിലും കോൺഫിഡൻറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടോട്ടോ. കാരണം എനിക്ക് എൻ്റെ മീറ്റിങ്ങിൽ വരുമ്പോൾ ആരെങ്കിലും ഒരു 4-5 പേരെങ്കിലും മീറ്റിങ്ങിൽ വീഡിയോ ഓണാക്കിയിരുന്നാലാണ് എനിക്കൊരു സന്തോഷം കിട്ടും. കാരണം എനിക്ക് നിങ്ങളുടെ മുഖത്തിൽ കാണും എക്സ്പ്രഷൻ, ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കയറുന്നുണ്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് എപ്പോഴും എൻ്റെ മീറ്റിങ്ങിൽ പറ്റുമെങ്കിൽ വീഡിയോ ഓണാക്കി, ഒരു 5-6 ആളെങ്കിലും മതി, എല്ലാവരും വേണ്ട, വീഡിയോ ഓണാക്കി ഇരിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് എനിക്ക് മനസ്സിലാവും. പല ആൾക്കാർക്ക് അറിയാം എനിക്ക് ആൾക്കാർ കൂടുമ്പോൾ ചാർജ് കൂടും.
ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ എനിക്ക് നല്ല ചാർജ് കിട്ടും. ആളില്ലേ പിന്നെ എനിക്കൊരു സുഖം കിട്ടില്ല. ഓക്കെ, കുറച്ചൊക്കെ ഉപകാരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വേറെ ഒന്ന് ചോദിക്കണം? എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ? ഞാൻ വിചാരിച്ച പോലെ ആരും വരുന്നില്ല സാറേ എന്ന് തോന്നുന്നുണ്ടോ? അതുണ്ടെങ്കിൽ നിങ്ങളിൽ ഗ്രോത്ത് വരാത്തതുകൊണ്ട് മാത്രം കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ആരെയും മീറ്റിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല, ഞാൻ വിചാരിച്ച പോലെ വന്ന ആൾക്കാർ ഇതിനകത്ത് നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ മീറ്റിംഗിൽ കാര്യം ഉൾക്കൊള്ളുന്നില്ല എന്നുകൊണ്ട് മാത്രമാണ്. സത്യമാണ്. നിങ്ങൾക്ക് ഗ്രോത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു വർഷം എടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പരാജയം കൂടില്ല. ഒരു വർഷം വരെ നിങ്ങൾക്ക് ഒരു ജോയിനിങ് ആയിട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട, അടുത്ത വർഷം നിങ്ങളുടെ വർഷമാണ്. ഒരു വർഷം വരെ നിങ്ങൾക്കൊരു ജോയിനിങ് കൂടെ നിർത്താൻ പറ്റിയിട്ടില്ല, ഒരാളെ പോലും കൂടെ നിർത്താൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു വർഷം നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങളുടെ സമയമാണ്. ചില ആൾക്കാർക്ക് ജോയിൻ ചെയ്ത് അന്ന് മുട്ട് നല്ല ജോയിനിങ് ഉണ്ടാവും, നല്ല കസ്റ്റമർ കിട്ടുന്നുണ്ടാവും. ജോയിൻ ചെയ്ത് അന്ന് തന്നെ കുറേ ആൾക്കാർ കിട്ടുന്നുണ്ട്. 300 PV 400 PV ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ അടുത്ത ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ബിസിനസ് കാണില്ല. അതുകൊണ്ട് ഒന്നും നിങ്ങൾ ഒരാളും പ്രീ ജഡ്ജ് ചെയ്യാതിരിക്കാം. നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ലീഡർമാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിലുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് ടീം സെറ്റാക്കി തരാൻ നിങ്ങളുടെ ലീഡർമാർ ഉണ്ടാവും കൂടെ. എന്നോട് പല ലീഡർമാരും ചോദിക്കും, സാറേ ഒരാൾ ഐഡിയ എടുക്കാൻ വെച്ചാൽ ആരുടെ താഴെ പ്ലേസ് ചെയ്യാൻ നിൽക്കും, ആരുടെ കൂടെ പ്ലേസ് ചെയ്യാൻ നിൽക്കും. ഞാൻ പറയും, ഇന്ന ആൾ സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല സാറേ, അവിടെ പ്ലേസ് ചെയ്ത് മതി. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതുപോലെയാണ്. കാരണം ആ വ്യക്തിക്ക് നോളജ് ഉണ്ട്, വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഒരാളെ കണക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അദ്ദേഹം എന്തെങ്കിലും നെഗറ്റീവ് ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട ആളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അവരെ പരിചയക്കാർ മൊത്തം അവരെ കൂടെ നിൽക്കാതെ അവസ്ഥയുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ടീം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കൂടെ ഉണ്ടാവും എന്ന് തോന്നൽ നമുക്കും വരും. ഞാൻ പല ആൾക്കാരെയും രാത്രി വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, എന്തെങ്കിലും മാറ്റം കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ? അതാണ് ഒരു യഥാർത്ഥ ഒരു അപ്ലൈ. നിങ്ങളുടെ കൂടെ ഉള്ള ഓരോ വ്യക്തികളെയും സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാൻ നിൽക്കണം. വരുമാനത്തിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടായിരിക്കില്ല. നിങ്ങളെ വിജയിപ്പിക്കണമെന്ന് വെച്ച് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടായിരിക്കും കേട്ടോ. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. കൂടെ നിൽക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് അവരെ നിങ്ങളുടെ PVക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ PV കയറാൻ വേണ്ടിയിട്ട്, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സ്നേഹബന്ധം കാണിക്കാതിരിക്കുക. അത് അവർക്ക് തിരിച്ചറിയും. മനസ്സിലാവുന്നുണ്ടോ? ഒരു 100 PV കിട്ടിയാൽ ഇവനൊന്ന് കോൺടാക്ട് ചെയ്താൽ 100 PV കിട്ടിയുള്ളൂ, ആ രീതിയിൽ കോൺടാക്ട് ചെയ്യാതിരിക്കുക. പക്ഷെ ആ 100 PV വന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ, 100% ക്വാളിഫിക്കേഷൻ വരുള്ളൂ നമുക്കറിയാം. പക്ഷെ അത് അവരുടെ ഒരു എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി ആയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ആർക്കും എന്തെങ്കിലും ചോദിക്കണം? സിനി അമ്മേൻ്റെ പേരിൽ ഐഡി എടുത്തിട്ടുണ്ടോ? സിനി